ഓക്കെ, തുടങ്ങിക്കോളൂ. നമസ്കാരം, എൻ്റെ പേര് സാമുവൽ യോഹന്നാൻ. ചില പുതുമുഖങ്ങൾ ഇതിലുണ്ടെന്ന് എനിക്കറിയാം. അവരെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലാനയുടെ അടുത്ത ഒരു പരിപാടി എൻ്റെ എഴുത്തുവഴികൾ എന്ന പരമ്പരയിൽ രണ്ടാമത് പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എഴുത്തുവഴികളിൽ നോവൽ പരിചയപ്പെടുത്തുകയും നോവലിസ്റ്റിനെ പരിചയപ്പെടുത്തുകയും അവരോട് സംവാദിക്കാനുള്ള അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 2 പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും എഴുത്തുകാരെയും നോവലും നന്നായി നമുക്ക് പരിചയപ്പെടുത്തി തരും എന്ന് നമുക്കറിയാം. അതിന് പ്രഗത്ഭരായ 2 പേരെയാണ് നമ്മൾ നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് കടന്നു വന്നിരിക്കുന്ന ലാന പ്രസിഡന്റ് ശ്രീ ശങ്കർ മനയെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് 2 നോവലിസ്റ്റുകളുടെ എഴുത്തുവഴികളാണ് അറിയാനായിട്ടുള്ളത്. അതിൽ ബഹുമാനപ്പെട്ട ജോൺ മാത്യു സാറ് ഹ്യൂസ്റ്റണിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൂമിക്ക് മേലൊരു മുദ്ര എന്ന നോവലും അതിനെ ബേസ് ചെയ്തും അദ്ദേഹത്തിൻ്റെ എഴുത്തുവഴികളും അനുഭവങ്ങളും നമ്മളോട് പങ്കുവെക്കാമെന്ന് സമ്മതിക്കുകയും കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോൺ മാത്യു സാറിനെ വളരെ സന്തോഷത്തോടുകൂടി ലാനയുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ജോൺ സാറിൻ്റെ നോവല് പരിചയപ്പെടുത്തുന്നതിനും ജോൺ സാറിനെ കുറിച്ച് സംസാരിക്കുന്നതിനും ജോൺ സാറിന് സംസാരിക്കാനുള്ള വഴി വെട്ടിത്തുറക്കുന്നതിനും വേണ്ടി ലാന ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരനായ മനോഹർ തോമസ് സാറാണ്. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. മനോഹർ തോമസ് സാറ് ലാനയുടെ ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും സുപരിചിതനായ മനോഹരനായ മനോഹർ തോമസ് സാറിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഒറ്റ നോവൽ കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ തൻ്റെ വ്യക്തിമുദ്ര അടയാളപ്പെടുത്തിയ വേണുഗോപാലൻ കൊക്കാട് തൻ്റെ കൂത്താണ്ടവർ എന്ന നോവൽ ആദ്യത്തെ നോവലാണ് DC പ്രസിദ്ധീകരിക്കുകയും അതിൽ ആദ്യമായി തന്നെ ഫൊക്കാനയുടെ അവാർഡ് നേടുകയും ചെയ്തു. നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ നോവൽ എന്നുള്ള ഒരു ഫീല് തോന്നാതെ തന്നെ ഉള്ള പ്രാഗൽഭ്യത്തോടുകൂടി മലയാള സാഹിത്യത്തിലേക്ക് തൻ്റെ പേര് അടയാളപ്പെടുത്തിയ നമുക്ക് ലാനയ്ക്ക് പുതുതാണെങ്കിലും പല പരിപാടികളും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ലാനയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഉള്ള സന്തോഷം. വേണുഗോപാൽ കൊക്കാടിനെ ഈ പ്രത്യേക ലാനയുടെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏവരും പ്രിയങ്കരനായ ഈ കൂത്താണ്ടവർ എന്ന നോവലിനെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തലും എഴുത്തുകാരനെ കൂടുതലായിട്ട് നമുക്ക് അറിയിച്ചു തരികയും ചെയ്തതിനു വേണ്ടി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ ലാനയുടെ മുൻ പ്രസിഡന്റ് ശ്രീ അൻലാർ ശ്രീനിവാസനാണ്. അൻലാർ ശ്രീനിവാസനെയും വളരെ സന്തോഷത്തോടു കൂടി ലാനയുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും മുൻ ഈ ലാനയ്ക്ക് നേതൃത്വം നൽകിയ മുൻ നേതാക്കന്മാരുണ്ട്, നേതൃത്വം ചെയ്യേണ്ടവരുണ്ട്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ലാനയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, പ്രോഗ്രാം കമ്മിറ്റി ചുമതലക്കാർ, അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരായി കടന്നു വന്നിരിക്കുന്ന ഈ യോഗത്തിൽ വന്നിരിക്കുന്ന ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ലാനയുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ശങ്കർ മനയെ ഞാൻ സാദരം ക്ഷണിച്ചു. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീ സാമുൽ പറഞ്ഞ പോലെ ഇത് നമ്മുടെ 2ാമത്തെ പ്രോഗ്രാമാണ്. എഴുത്തുവഴികൾ എന്ന ഒരു പരമ്പരയുടെ ഭാഗമായിട്ടുള്ള 2ാമത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ 2 വർഷത്തെ ടേമിൽ നമ്മൾ ഇത് തുടർച്ചയായി കൊണ്ടുപോകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഥ, കവിത, ലേഖനം അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും, സാഹിത്യപരമായ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മെമ്പർമാരെയും അല്ലാത്തവരെയൊക്കെ തന്നെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. എന്തായാലും ഇത് ഇത്രയേറെ ഭംഗിയായി നടത്താൻ സഹകരിച്ച മെമ്പർമാർക്കും എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ 2ാമത്തെ പ്രോഗ്രാമിൽ ഇന്നിപ്പോൾ ഒരു 30-ലേറെ ആൾക്കാരുണ്ട്. എന്തായാലും നന്നായിട്ട് പോകുന്നൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇപ്പം ഈ ഇന്ന് നടക്കുന്നതിൽ 3 മുൻ പ്രസിഡന്റുമാരാണ് പങ്കെടുക്കുന്നത്. ഏറ്റവും ഇപ്പം ശ്രീ ജോൺ മാത്യു, ശ്രീ മനോഹർ തോമസ്, ശ്രീ അൻലാർ ശ്രീനിവാസൻ.
ഈ സംഘടനയെ നയിക്കുന്നതിൽ ഇവർക്കൊക്കെ 97 മുതൽ, ഞാനൊക്കെ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പുതിയൊരാളാണ്. പക്ഷേ ഈ സംഘടനയെ നയിക്കുന്നതിൽ ഓരോ കാലഘട്ടത്തിലും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ഈ സംഘടനയെ ഈ നിലയിലേക്ക് എത്തിക്കുകയും അവർക്ക് അവരുടെ പങ്ക് ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല അവരെയെല്ലാം ഞങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് മാത്രം പറയുകയാണ് ഞാനത്. എന്തായാലും നമ്മളുടെ കഴിഞ്ഞ ഇപ്പോൾ ഈ എന്താണ് ഈ ടൈമിലെ ഭരണസമിതി ഏറ്റെടുത്ത ശേഷം കുറേയേറെ പരിപാടികൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഇനിയുള്ള അടുത്ത വർഷവും നമ്മൾ ശ്രമിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ന്യൂയോർക്കിൽ നടക്കുന്ന സാഹിത്യോത്സവം 2024. ഈ സാഹിത്യോത്സവത്തിൽ നമ്മുടെ ഒരു ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 100 പേരെങ്കിലും അതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ സാംസി കൊടുമനൊക്കെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ എന്താ പറയുക, ഫുഡിന്റെ ചാർട്ടൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം 100-ലേറെ പേർക്കുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നമുക്കൊന്ന് പെട്ടെന്ന് കൂട്ടേണ്ടതുണ്ട്. ഒരു 32ഓളം രജിസ്ട്രേഷനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഫാമിലിയും കണക്കാക്കി ഒരു 45-50 പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഒരു 50 പേരും കൂടി നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. ന്യൂയോർക്കിലെ നവംബർ 1, 2, 3 തീയതികൾ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരും വരണം. നമുക്കതൊരു വലിയ പ്രോഗ്രാമായിട്ട് മാറ്റണം. ഇതിന്റെ ചെയർമാൻ ശ്രീ മനോഹർ തോമസ് ഉണ്ട്, സാംസി കൊടുമൻ ട്രഷറർ ഉണ്ട്, ശ്രീ ജയമുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം മാത്രം വേറൊരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം ഈ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു സെഷനിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഒക്ടോബർ 1st വീക്കിലാണ് പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പിന്നെ ബാക്കി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ സെപ്റ്റംബർ 30-ാം തീയതിക്കുള്ളിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളോട് അത് പറയണം, എന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. 2 പുസ്തകങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ഭൂമിക്കുമേലൊരു മുദ്ര, ശ്രീ ജോൺ മാത്യുവിന്റെ, കൂത്താണ്ടവർ ശ്രീ വേണുഗോപാലൻ കോക്കോടന്റെ. ശ്രീ ജോൺ മാത്യുവിന്റെ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായിട്ട് ലാനയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ മനോഹർ തോമസിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭൂമിക്ക് മേലൊരു മുദ്ര എന്നുള്ള പുസ്തകം ജോൺ മാത്യു എഴുതിയതിനപ്പുറം ജോൺ മാത്യുവെ പറ്റി ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ ജോൺ മാത്യു യഥാർത്ഥത്തിൽ ഡൽഹിയിലെ സാഹിതി സംഘത്തിലാണ് തുടക്കം. സാഹിതി സംഘത്തിൽ തുടങ്ങിയിട്ട് വന്നയാളാണ്. അന്നേരം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരുന്നു കാക്കനാടനും VK-നും മുകുന്ദനും സക്കറിയയും ചെറിയാനും MP നാരായണപിള്ളിയൊക്കെ അവരുടെ കൃതികൾ അവതരിപ്പിക്കുകയും അത് കേൾക്കുകയും അത് വിശകലനം ചെയ്യുകയൊക്കെ ചെയ്ത് ആ തട്ടകത്തിൽ നിന്ന് വന്ന ആളാണ് ജോൺ മാത്യു. അന്ന് അവിടെ കൂടിയിരുന്നവരിൽ അവശേഷിക്കുന്ന ഓരോരുത്തരും അമേരിക്കയെ പറ്റി പറയുമ്പം, ഞാൻ അമേരിക്കയിൽ നിന്നാണെന്ന് പറയുമ്പം അവർ ജോൺ മാത്യുവിനെ അന്വേഷിക്കാറുണ്ട്. അന്നേരം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ പ്രബലമായിരുന്നു എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അങ്ങനെ വന്ന ഒരാൾ ഇവിടെ വന്നതിന് ശേഷമാണ് അദ്ദേഹം എഴുതി തഴമ്പിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കുതിരക്കണ്ണ് എന്ന് പറഞ്ഞൊരു ചെറുകഥ എഴുതിയിട്ട് അന്ന് നമ്മളുടെ സാഹിത്യവാരബലം അദ്ദേഹത്തെ ഊടുപാട് കുടഞ്ഞതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും അതിനുശേഷം നിറം പിടിപ്പിച്ച ലോകവും, ഉടുപ്പുകളുടെ ഘോഷയാത്രയും, കുടിയേറ്റം മുതൽ മടക്കയാത്ര വരെ, അങ്ങനെ 8-10 പുസ്തകങ്ങളോളം ജോൺ മാത്യു എഴുതി കേട്ടോ. അത് യാത്രാവിവരണങ്ങളുണ്ട്, ഓർമ്മകളുണ്ട്, നോവലുണ്ട്, ചെറുകഥകളുടെ സമാഹാരങ്ങളുണ്ട്, അങ്ങനെ പലതും അദ്ദേഹം എഴുതി. അന്നേരം ഇവിടെ എഴുതി സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരാളായിട്ട് തന്നെയാണ് ജോൺ മാത്യു ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൂമിക്ക് മേലൊരു മുദ്ര എന്നുള്ള ആ പുസ്തകം നിങ്ങൾ ചുമ്മാ അങ്ങ് എടുത്ത് വേഗം വായിച്ചങ്ങ് പോകാം, അതങ്ങ് കൺസ്യൂം ചെയ്യാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കൂല. അത് വളരെ ആഴത്തിലുള്ള പഠിച്ച് അറിഞ്ഞ് എഴുതിയ ഒരു സൃഷ്ടിയാണ്. അന്നേരം ഈ ഒരു തുടക്കം നമ്മൾ ആലോചിക്കുമ്പം ഈ കുടിയേറ്റം യഥാർത്ഥത്തിൽ എങ്ങനെ തുടങ്ങുന്നു, എവിടെ തുടങ്ങും, കുടിയേറ്റമാണ് ഇതിൻ്റെ സബ്ജക്റ്റ് മുഴുവൻ. കുടിയേറ്റങ്ങളുടെ കഥയാണ് അദ്ദേഹം പറയുന്നത്. അത് കാലാകാലമായിട്ട് ലോകം മുഴുവൻ ഉണ്ടായിരുന്നതാണ് ഈ കുടിയേറ്റം. നമ്മൾ ഓർക്കുന്ന വൈലപ്പള്ളിയുടെ ഒരു വഴിക്കുണ്ട്, എന്താണ്, നഷ്ടവസന്ത സ്ഥലികളിൽ നിന്നും
സ്വപ്ന വസന്ത തടങ്ങളിലേക്ക് എന്നാണ് പറയണേ. എന്ന് പറഞ്ഞ പോലെ എല്ലാ കാലഘട്ടത്തിലും കുടിയേറ്റങ്ങളുണ്ടായിരുന്നു, ഒരു സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തുനിന്ന്. അതിങ്ങനെ വന്നും പോയിരുന്നതിൻ്റെ അതിൻ്റെ ഒരു ചരിത്രമാണ് മലയാളിയുടെ ഈ ഭൂമിക്ക് ഒരു മുദ്ര എന്നുള്ള പുസ്തകത്തിലൂടെ അദ്ദേഹം പറയാം. അന്നേരം ഈ തുടക്കം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേഴ്സുമാർ വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങി മധ്യ തിരുവിതാംകൂറിലെ. അന്നേരം അവർ പെണ്ണുങ്ങൾ വിദ്യാഭ്യാസത്തിന് പോകാൻ തുടങ്ങി, നേഴ്സുമാരായി വടക്കേ ഇന്ത്യയിലേക്കും കാര്യങ്ങളിലൊക്കെ യാത്ര തുടങ്ങാൻ തുടങ്ങി. ആണുങ്ങളും അതിനോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. പെണ്ണുങ്ങൾ പോകുന്നു. അവർക്ക് അന്നത്തെ കാലത്ത് സ്ത്രീകൾ പോയിട്ട് കോൺസുലേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പൈസ പോലും കൊടുക്കാതെ ഏതെങ്കിലും ജർമ്മനിയിലേക്കോ അമേരിക്കയിലേക്കോ പോകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ആണുങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു 10,000 രൂപയെങ്കിലും മുടക്കി കഴിഞ്ഞാലാണ് ബൈബിൾ സംബന്ധമായ ഉപരിപഠനാർത്ഥം. ഞാൻ പറയുന്ന 50 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് കേട്ടോ, പെട്ടെന്ന് ഞാൻ ചിന്തിച്ചല്ലേ, എല്ലാം പഴയ കാര്യങ്ങളാണ്. ബൈബിൾ സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപരിപഠനാർത്ഥം അമേരിക്കയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതിൻ്റെ ഏജന്റുമാർ വരെ അന്ന് ഉണ്ടായിരുന്നു. അവർ മുഖാന്തരമാണ് ടോമി എന്ന കഥാപാത്രം, ഈ നോവലിലെ ടോമി എന്ന കഥാപാത്രം അമേരിക്കയിലേക്ക് പോകുന്നതും വരുന്നതും. അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് കഥ കയറി പോകുന്നത്. അവിടെ ഓരോ വ്യക്തികളും എങ്ങനെയാണ് ഭൂമി ഉണ്ടാക്കുന്നതെന്നും കുറച്ചുകൂടെ ഭൂമി വെട്ടിപ്പിടിക്കേണ്ടത് എങ്ങനെയാണെന്നും അങ്ങനെ അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ ഉള്ളതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ട് അന്യരാജ്യങ്ങളിലേക്ക് പോവുകയല്ലാതെ, അല്ലെങ്കിൽ BA കഴിഞ്ഞ് MA കഴിഞ്ഞ് ഒരു ഡിസ്റ്റിങ്ഷനോട് കൂടിയോ അല്ലെങ്കിൽ നല്ല നിലയിൽ പാസ്സാകാത്ത ഒരാൾക്ക് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മാർവാടിയുടെ അവിടെ ഒരു ക്ലർക്കായിട്ടോ ടൈപ്പിസ്റ്റോ ആയിട്ട് മാത്രം ജോലി കിട്ടുന്ന ഒരു കാലഘട്ടത്തെ പറ്റി മാത്രമേ ആലോചിക്കാൻ ഒക്കുമായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ നമുക്ക് നാട്ടിൽ ഭൂമിയൊക്കെ മേടിക്കുകയും അല്ലെങ്കിൽ പണക്കാരനായി മാറാനുള്ള ഏക സാധ്യത മറ്റു രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി പണിയെടുക്കുക, കുറച്ച് വർഷങ്ങൾ കൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഭൂമി മേടിക്കുക, അല്ലെങ്കിൽ വലിയൊരു വീട് വയ്ക്കുക, അങ്ങനെ ഏതെങ്കിലും സാമ്പത്തികമായിട്ട് ഉയർന്നു പോകുക, അല്ലെങ്കിൽ നല്ല കല്യാണം കഴിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുള്ള കാലഘട്ടത്തിലാണ് ടോമി എന്ന ഇതിലെ മുഖ്യ കഥാപാത്രം അമേരിക്കയിലേക്ക് വരുന്നത്. അതിനു മുമ്പുള്ള ഒരു ചെറിയ കാര്യം പറയാനുള്ള, അപ്പൻ മാഷായിരുന്നു. അമ്മയുടെ ആങ്ങള ജോർജ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. പുള്ളിക്ക് മക്കളില്ലായിരുന്നു. അന്നേരം ഈ മരുമകന് ഭൂമിയൊക്കെ കൊടുക്കാം എന്നൊക്കെയുള്ള, ഭൂമിയും വസ്തുവകളും താൻ സമ്പാദിച്ചെല്ലാം കൊടുക്കാം എന്ന് പറഞ്ഞ് അവനെ എപ്പോഴും ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയും കൂടുതൽ ഭൂമി വാങ്ങുന്നതിനെ പറ്റി പറയുകയൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ചെറിയ നാട്ടിലെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം തൊട്ടടുത്തുള്ള വീട്ടിലെ മേരി എന്ന പെൺകുട്ടി, പുള്ളിക്കാരി അവിടെ പുള്ളിക്കാരനായിട്ട് ഇഷ്ടമുണ്ട്, ഇല്ല, ഒരു ഇൻഫെക്ഷൻ പോലെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു അടുത്ത് പെരുമാറാനൊക്കെ ഉള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കാനൊക്കെ വിചാരിച്ചപ്പോൾ അവള് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒരു BA കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഒരു MA എങ്കിലും എടുക്കാതെ എങ്ങനെയാണ് അത് എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ പുള്ളിക്ക് അതൊരു ഭയങ്കര ആഘാതമായിട്ട് തോന്നി. MA എടുക്കാനായിട്ട് ഇനി പെട്ടെന്ന് പഠിക്കാനൊക്കെ പോകണം, അതൊക്കെ കഴിഞ്ഞാലും ജോലി കിട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ട്, എവിടെ കിട്ടാൻ പോകുന്ന നക്കാപ്പിച്ച കാശല്ലേ ഉള്ളൂ. അങ്ങനെയാണ് പുള്ളി ബൈബിൾ മുഖാന്തരമുള്ള ഉപരിപഠനാർത്ഥം അമേരിക്കയിലേക്ക് വരുന്നത്. അവിടെ അമേരിക്കയിൽ വന്ന് ഒരു 1.5 വർഷക്കാലം അവിടെ നിന്ന് പഠിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി ഇതിങ്ങനെ നിന്നാൽ ശരിയാവില്ല, എങ്ങോട്ടെങ്കിലും മാറ്റി ചവിട്ടണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുള്ളിയുടെ ഒരു കസിൻ അവിടെ വന്നിരുന്ന ഒരു കഥാപാത്രമുണ്ട്, സൈമൺ തമ്പിസ്കറിയ എന്ന് പറഞ്ഞ. അദ്ദേഹത്തെ അങ്ങോട്ട് പലവട്ടം ക്രിസ്മസിൻ്റെ സമയത്ത് നീ ഇങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എടുക്ക പോയി കഴിഞ്ഞ് പിന്നെ ഡിട്രോയിറ്റിൽ താമസം തുടങ്ങുകയാണ്. അതാണല്ലോ ഡിട്രോയിറ്റ് ആയിരുന്നല്ലോ പണ്ട് ഫോർഡ് കമ്പനിയും ആൾക്കാരുടെ കാറുകൾ ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ. അന്നേരം അവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ല, നീ ഇങ്ങോട്ട് പോരെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി അവിടെ കുറേ കാലം ജീവിതമൊക്കെ തുടങ്ങി, കാര്യങ്ങളൊക്കെ പഠിച്ച് കുറച്ച് കാലം പുള്ളിയുടെ കീഴിലൊക്കെ നിന്നു. അന്നേരം ഈ യഥാർത്ഥത്തിൽ ഈ ടോമി എന്ന കഥാപാത്രത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും പുള്ളി ഒരു തീക്ഷ്ണമായ സംഹിതകളുടെ ആളായിട്ടല്ല ജോൺ മാത്യു ചിത്രീകരിക്കുന്നത്. ഏത് സാഹചര്യവും പഠിച്ച്
അതിന് അന്നത്തെ ഒരു അവസ്ഥയിലേക്ക് മാറാനായിട്ട് പുള്ളിക്ക് മടിയില്ല. സാധാരണ ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനായി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ പുള്ളിക്കൊരു തീക്ഷ്ണമായ ഒരു ആശയമില്ല. ആശയങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേട്ടം കിട്ടുന്ന വേറൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് മാറാൻ മടിയില്ല. മാറാൻ മടിയില്ല. നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അന്നേരം വന്നതിപ്പോൾ ബൈബിൾ സ്റ്റഡി തന്നെ പഠിച്ച് തന്നെ നിൽക്കണമെന്നില്ലാത്തത് കൊണ്ട് അവിടെ പോയിട്ട് ജോലി സ്വീകരിക്കുന്നു. ജോലി സ്വീകരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് ചില നേട്ടങ്ങൾ കിട്ടി. അവിചാരിതമായിട്ട് പുള്ളിക്ക് ഉയർച്ചയുണ്ടാകുന്നു. അങ്ങനെയാണ് അത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലൈസ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ പരിചയപ്പെടും പുള്ളി. ലൈസ വളരെ ബുദ്ധിമതിയായിരുന്നു. വളരെ ബുദ്ധിമതിയായ ഒരു കഥാപാത്രമാണ്. പുള്ളിക്കാരി ഒരു നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പൈസ പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഇദ്ദേഹത്തെ ശരിക്കും വളയ്ക്കും. വളച്ച് അവസാനം ലൈസയെ ഇദ്ദേഹം ലൈസയെ വളയ്ക്കുന്നു. ലൈസ ഇങ്ങോട്ട് വളയ്ക്കും പുള്ളിയെ, ടോമിനെ. ഈ ഈ ബൈബിൾ വിദ്യാഭ്യാസവും വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളർന്ന ആളും ബൈബിൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപരിപഠനാർത്ഥം വന്നയാളുകൊണ്ട് ഈ പുള്ളിക്ക് ഈ ലോകത്തിൻ്റെ മൈനസ് വശങ്ങളും ഈ എന്താ പറയുക തടങ്ങലിടേണ്ട പരിച പിടിക്കേണ്ട കാര്യങ്ങളൊന്നും വലിയ നിശ്ചയമില്ല. അതുകൊണ്ട് പെണ്ണ് വന്ന് പുള്ളിയെ വളച്ച പുള്ളി ചാടി വീണു, അതിനകത്ത് വീണുപോയി. അങ്ങനെ അവൾ തീരുമാനിച്ചു നാട്ടിലേക്ക് പോകാം, കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി അത് വശംവദനായി നാട്ടിലേക്ക് വന്നു. ചേട്ടത്തിയോട് കാര്യങ്ങളൊക്കെ ഇവള് പറഞ്ഞായിരുന്നു. ഇവിടെ വന്ന് കല്യാണമൊക്കെ കഴിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പനും മറ്റേ അമ്മാവനും ഒക്കെ ഇദ്ദേഹത്തെ നല്ലൊരു നിലയിൽ കല്യാണം കഴിക്കാമെന്നും പലരെ കൊണ്ടും കല്യാണം കഴിക്കാമെന്നും പല സങ്കല്പങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് വേഗം തിരിച്ചു പോകണം, അതുകൊണ്ട് കല്യാണം വേഗം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അതിനകത്ത് ഇടപെട്ട്, ലൈസ ഇടപെട്ട് കല്യാണം കഴിച്ച ആൾക്കാർ തിരിച്ചു വന്നു. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ജീവിതം തുടങ്ങാനായിട്ട് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. എന്നാലും ലൈസ ഇതെല്ലാം വളച്ചു പിടിച്ചുകൊണ്ടിരുന്നു. എല്ലാം ഇങ്ങനെ സ്വരുക്കൂട്ടി ഇയാളെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഹ്യൂസ്റ്റണിലേക്ക് മാറി. ഹ്യൂസ്റ്റണിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ പുതിയൊരു സംഘടന, ഗ്ലാമൂ എന്ന് പറഞ്ഞ ഒരു സംഘടന തുടങ്ങി. അന്നേരം ഇവിടുത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം, ആൾക്കാരെങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം നടത്തണത്. ഒന്നുകിൽ പള്ളിക്കൃഷി നടത്തണം, പള്ളിയിലെ ആളായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ സംഘടനയിലൂടെ ആളാവണം, അങ്ങനെ മറ്റുള്ള ഒരാൾ അറിയപ്പെടണം. അങ്ങനെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പൊട്ടും, വീട്ടിലെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരും. നമ്മുടെ പേഴ്സണലായിട്ടുള്ള പൈസ ഒരുപാട് പോകും. അല്ലെങ്കിൽ അതുപോലെ മിടുക്കനായിരിക്കാം പൈസ പോകാതെ സംഘടനാ പ്രവർത്തനം നടത്താനായിട്ട്. ഇദ്ദേഹം അത്രമാത്രം മിടുക്കനില്ലാത്തവർ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോയിക്കൊണ്ടിരുന്നു. അന്നേരം ലൈസ അറിയാമല്ലോ, വീട്ടിൽ ഇത് പൈസ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഭാര്യ അറിയുമല്ലോ, ഭാര്യ അടയും. അങ്ങനെയുള്ള ഇടച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇതിൻ്റെ ഒരു കൺവെൻഷൻ നടക്കുന്നു. പല പഴയ ആൾക്കാരെ അവിടെ വെച്ച് കാണുന്നു. സാറാമ്മ എന്ന് പറഞ്ഞ പണ്ട് ഡൽഹിയിൽ വെച്ച് പോരുന്നതിന് മുമ്പ് കണ്ട ഒരു പെൺകുട്ടി അവിടെ വന്ന് പറയുന്നു. അവിടെ മറ്റേ ഡാൻസ്, പാട്ട്, കാര്യങ്ങളൊക്കെ അവരുടെ കൺവെൻഷൻ ഹ്യൂസ്റ്റണിൽ മറ്റേ ഒരു വലിയൊരു ഹോട്ടൽ ഹിൽട്ടണിൽ വെച്ച് നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി തിരിച്ച് നാട്ടിൽ വന്ന് നാട്ടിലേക്കൊന്ന് വരാനായിട്ട് തീരുമാനിക്കുന്നു. നാട്ടിലേക്കൊന്ന് പോകാം, കുറേ കാലമായാലോ പോയെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫാദറും മദറും ഒക്കെ മരിച്ചുപോയി. ജോർച്ചായുണ്ട്, പുള്ളി സുഖമില്ലാതിരിക്കുന്നു. ആ സമയത്ത് മേരി ആ വീട്ടിൽ വരികയും, പഴയ മേരി കല്യാണം കഴിച്ച് ഭർത്താവ് മരിച്ചുപോയി, 2 പിള്ളേരുണ്ട്. ഒരാൾ ഓസ്ട്രേലിയയിലാണ്, ഒരാൾ കൂടെയുണ്ട്. രോഗിയായി, മേരിക്ക് സുഖമില്ലാതൊക്കെ ആയി, അങ്ങനെ ഇരിക്കുന്നു. അന്നേരം നമുക്കൊന്ന് പുഴ വരെ നടക്കാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ പുഴ വരെ നടന്നപ്പം ആ പഴയ ഒഴുക്കും പഴയ താളത്തോടു കൂടി പുഴ ഒഴുകുന്നു. അവിടെ വെച്ച് ഇവരിങ്ങനെ പഴയ കാലഘട്ടത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട്, കാലം മാറിയതിനെ പറ്റി ആലോചിച്ചുകൊണ്ട്, പുഴയുടെ ഒഴുക്ക് മാറിയതിനെ പറ്റി ആലോചിച്ചുകൊണ്ട് തിരിച്ചു പോരുമ്പോഴാണ്, മഴ വന്നപ്പം കുട ചൂടി തിരിച്ചു പോരുമ്പോഴാണ് കഥ തീരുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ചപ്പാടിലൂടെ, ലളിതമായ പദങ്ങളിലൂടെ ജോൺ മാത്യു ഭംഗിയായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് തോന്നും ബൈബിളും പഴയ ചരിത്ര ഭാഗങ്ങളും ഒക്കെ ഈ കുടിയേറ്റ ചരിത്രത്തിൻ്റെ കൂടത്തിൽ ചേർത്ത് ഒരുപാട് പറയും. അത്രയൊക്കെ തന്നെ പറയേണ്ടതാണോ പറയേണ്ടിയിരുന്നോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം കുടിയേറ്റത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പം
റോമക്കാരുടെയും മറ്റ് രാജ്യക്കാരുടെ അറബികൾ വന്നതും ഒക്കെ പോർച്ചുഗീസുകാർ വന്നതും ഒക്കെ പറയാം. അത്രമാത്രമൊക്കെ പറയണോ? കുടിയേറ്റം എന്ന് പറയുന്നത് കുറച്ച് വേഗമായി പറഞ്ഞാൽ പോരെയെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെ കുറേ ഭാഷ അതിമനോഹരമായ ഭാഷയാണ് കേട്ടോ. ഇരുത്തം വന്ന ഭാഷയാണ് അത്. ജോൺ മാത്യുവിൻ്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് പറയാനറിയാം. പിന്നെ വേറൊരു സംഗതി, ഒരു നോവല് ഇതിപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിച്ചതാണോ എന്ന് തോന്നും. ഇതുപോലെ ഈ ടോമിയുടെ ജീവിതം ഇതുപോലെ നടന്നതാണോ? മധ്യതിരാങ്ങിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അമേരിക്കയ്ക്ക് വരാൻ ആഗ്രഹിച്ചു, ബൈബിൾ സ്റ്റഡിയിലേക്ക് കയറുന്നു, ഇവിടെ വെച്ച് പെണ്ണിനെ പരിചയപ്പെടുന്നു, അവിടെ കല്യാണം കഴിക്കുന്നു, അങ്ങനെ പോകുന്ന ഇതുപോലെ സംഭവിച്ചതുപോലെ തന്നെയാണ് കഥ കയറുന്നത്. ഇതുപോലെ സംഭവിച്ചത് തന്നെ അങ്ങനെ തന്നെ വേണോ പറയാൻ എന്ന് വായനക്കാരൻ, ഒരു എളിയ വായനക്കാരന് തോന്നും. ഇത് കുറച്ചുകൂടെയൊക്കെ നുണയൊക്കെ ചേർത്ത് സംഭവം കുറച്ചുകൂടെ കുരുക്കി കുറച്ചുകൂടെ തീക്ഷ്ണമാക്കാമായിരുന്നില്ലേ, നമുക്ക് ഇപ്പോൾ ഒന്ന് പൊള്ളിക്കാമായിരുന്നില്ലേ വായനക്കാരനെ എന്ന് തോന്നും. പക്ഷെ ജോൺ മാത്യു വളരെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ പോലെ തന്നെ വളരെ സാധുവായ ഒരു മനുഷ്യനാണ്. അന്നേരം വളരെ ശാന്തമായിട്ടാണ് ക്യാരക്ടർ പോകുന്നത്, കഥ കൊണ്ടുപോവുകയും ചെയ്തത്. അതായത് നമുക്ക് ഒത്തിരി കൂടെയൊക്കെ ഒന്ന് നുണയൊക്കെ ചേർത്ത് ഒന്ന് ബലപ്പെടുത്തിയാൽ തിരക്കുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയില്ല. അതിപ്പോൾ ജോൺ മാത്യുവിനോട് ഇവിടെ ഉള്ളത് കൊണ്ട് നേരിട്ട് ചോദിക്കാം. ജോൺ മാത്യു കുറച്ചുകൂടെയൊക്കെ ആരും മരിക്കുന്നില്ല, മരിക്കുന്നവരൊക്കെ വെറുതെ മരിച്ചു പോവുകയാണ്, വയസ്സായി മരിച്ചു പോവുകയാണ്. ആരും ഇതിനിടയ്ക്ക് കൊലപാതകങ്ങളോ കത്തിക്കുത്തോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. ഒരാളെ ചതിക്കുക പോലും ആരും ചെയ്യുന്നില്ല. കഥാപാത്രങ്ങൾ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമോ എന്നുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. ജോൺ മാത്യു ഒരു സാധു മനുഷ്യനായതുകൊണ്ടും പുള്ളിയുടെ കഥാപാത്രങ്ങൾ സാധുക്കളായതുകൊണ്ടുമാണെന്ന് ഞാൻ അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് വരുവാണ്. ഞാൻ അതിനെപ്പറ്റിയുള്ളൊരു ഉത്തരം ജോൺ മാത്യു തന്നെ പറയും. അത്രയൊക്കെ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. താങ്ക് യു മനോഹർ. മനോഹർ സാറ് കഥയുടെ ഏകദേശ സംക്ഷിപ്ത രൂപം നൽകിയിരിക്കുകയാണ്. നമ്മൾ അല്പം സമയത്തിൻ്റെ കാര്യത്തിൽ അല്പം പിന്നിലായി. ഇങ്ങനെ നിഷ്കളങ്കരായ ഒരു മധ്യതിരുവിതാംകൂറിലെ കുടിയേറ്റക്കാരനെ അവതരിപ്പിക്കുന്നത് സ്വന്തം ജീവിത അനുഭവങ്ങളിലൂടെ ആയിരുന്നോ എന്നുള്ളതാണ് മനോഹർ സാർ ചോദിച്ചു വെക്കുന്നത്. ബഹുമാനപ്പെട്ട ജോൺ സാറ് തുടരുന്നതായിരിക്കും. ശ്രീ മനോഹർ അവസാനിപ്പിച്ചിടത്തുനിന്ന് തന്നെ ഞാൻ തുടങ്ങാം. എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം, ഈ നോവല് പ്രസിദ്ധീകരിച്ച സമയത്ത് തിരുവല്ല മാർത്തോമ കോളേജിൽ ഒരു 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 മീറ്റിംഗ് സംഘടിപ്പിച്ചു. അപ്പോൾ ഈ ബുക്ക് വായിച്ച ധാരാളം പേരോടുണ്ട്. അപ്രതീക്ഷിതമായ ഒരു ചോദ്യം എൻ്റെ നേർക്ക് വന്നു. ടോമി എങ്ങനെ ദുർബലനായി? ഞാൻ ആകപ്പാടെ പകച്ചു തന്നുപോയി. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു ആൻസർ കിട്ടി. അപ്പോൾ പെട്ടെന്നൊരു ഉത്തരം കിട്ടി. അമേരിക്കയിലേക്ക് കുടിയേറിയ പുരുഷന്മാർ മുഴുവൻ സ്ത്രീകളുടെ പിന്നാലെയാണ് വന്നത്. അവരെങ്ങനെ ദുർബലരാകാതിരിക്കും? അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം ഇത്രയും ഇത് ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റു പല കാര്യങ്ങളിൽ നോവലിൻ്റെ എഴുത്തിൻ്റെ വഴികളാണല്ലോ പ്രധാന വിഷയം. അപ്പോൾ ഇത് എങ്ങനെ ഇപ്പം മനോഹർ നേരത്തെ പറഞ്ഞു എനിക്ക് ഡൽഹിയുമായിട്ടുള്ള ബന്ധം, അത് വളരെ ശരിയാണ്. ഡൽഹിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ളൊരു ബന്ധം തന്നെയാണ്. കാരണം ഏതാണ്ട് 1961 മുതൽ ഇപ്പം ഞാൻ വെറും ഒരു പയ്യനായിരുന്ന സമയത്ത് തുടങ്ങിയ കേരള ക്ലബിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് മാവേലിക്കര രാമേന്ദ്രനാണ്. പലർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, ഓൾ ഇന്ത്യ റേഡിയോയിലെ മാവേലിക്കര രാമേന്ദ്രൻ, അദ്ദേഹമാണ് എന്നെ അവിടെ പരിചയപ്പെടുത്തിയത്. ഇപ്പം അതിനുശേഷം പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരുടെ ഒപ്പം, അല്ലെങ്കിൽ അവിടുത്തെ ഡൽഹിയിലെ എഴുത്തുകാർ മാത്രമല്ല, ധാരാളം പ്രഗത്ഭന്മാരുടെ പ്രഭാഷണങ്ങൾ ചെറിയ സദസ്സിൽ കേൾക്കാനുള്ള അവസരം ഉണ്ടായി. അത് ഏതൊരു കലാശാലയിൽ പഠിക്കുന്നതിനേക്കാളിലും കൂടുതൽ അനുഭവം തരുന്നതായിരുന്നു. വളരെ തൊട്ടടുത്തിരുന്ന് അവരോട് സംവാദങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞു. അപ്പം ഈ എഴുത്തിൻ്റെ വഴികളെ പറ്റി ഞാൻ പറയുമ്പം ഞാനൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ പ്രസ്ഥാനങ്ങൾ ഇപ്പം 19-ാം നൂറ്റാണ്ടിലെ 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ വ്യവസായ വിപ്ലവം,
ത്തിന് ശേഷം അതിനെ തുടർന്നാണ് നമുക്ക് പല പ്രസ്ഥാനങ്ങളും ഉണ്ടാകുന്നത്. മലയാളത്തിലെ എഴുത്തും ഒക്കെ ഇതിനോട് ബന്ധപ്പെട്ടതാണ്. ഒന്ന് ചിത്രകലയിലുണ്ടായ ഇംപ്രഷനിസം, ക്ലാസിസത്തിൽ നിന്ന് മാറി വലിയൊരു വിപ്ലവമാണ് അത് സൃഷ്ടിച്ചത്. കാരണം പ്രകൃതിയുടെ ചിത്രങ്ങൾ അപൂർണമായി വരയ്ക്കുക എന്നുള്ളതായിരുന്നു ഇംപ്രഷനിസത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അതിനുശേഷം എക്സ്പ്രഷനിസം എന്നൊരു ഒരു 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 പ്രസ്ഥാനം ഉണ്ടായി. അത് മനുഷ്യന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒന്നാണ്. അത് ഡീപ്പ് കളർ, വളരെ 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 നിറങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ ഇപ്പം ഇതിനോടനുബന്ധിച്ചാണ് സാഹിത്യത്തിൽ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. ഇപ്പം 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 മോഡേണിസം എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ ക്ലാസിക് കൃതി, 20-ാം നൂറ്റാണ്ടിൻ്റെ കൃതി എന്ന് പറയുന്നത് തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തുണ്ടായതാണ് ജെയിംസ് ജോയ്സിൻ്റെ യുളീസസ്. അത് നമുക്ക് വായിച്ചു പോകാൻ തന്നെ പറ്റുകയില്ല. ഒരു 4-5 പേജ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ബുക്ക് മടക്കി വെക്കും. പക്ഷെ അപ്പം മലയാളത്തിൽ ഒക്കെ വരുമ്പോൾ 2 ധാരകളാണ് മലയാളത്തിലുണ്ടായത്. ഒന്ന് CV രാമൻപിള്ളയുടെയും വേറൊന്ന് ചന്തുമേനോൻ്റെയും. ഒന്ന് തെക്കെന്നുള്ളതും ഒന്ന് വടക്കുന്നുള്ളതും. ഇത് വളരെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയും ഇത് രണ്ടും 2 വ്യത്യസ്തമായ സ്കൂളുകളാണ് സൃഷ്ടിച്ചത്. പക്ഷേ എവിടെയോ CV രാമൻപിള്ളയുടെ ആ ധാര എവിടെയോ നിന്നു പോയതായിട്ട് എനിക്ക് തോന്നി. കാരണം പിന്നീട് വന്നത് ഇപ്പം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിലൊക്കെ വന്നത് കാവ്യം രംഗത്തായിരുന്നു മലയാള സാഹിത്യം പുരോഗമിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം ആശാന്, ഉള്ളൂര്, വള്ളത്തോള്. പക്ഷേ ഗദ്യ സാഹിത്യത്തിൽ നമുക്ക് ഏറ്റവും പ്രമുഖ ഒരു വ്യക്തിത്വമായിട്ട് കാണുന്നത് EV കൃഷ്ണപിള്ളയായിരുന്നു. ഇപ്പം അതിനോടനുബന്ധിച്ച് ധാരാളം ആക്ഷേപഹാസ്യങ്ങളും അതിനോടനുബന്ധിച്ചൊക്കെ ഉണ്ടായി. ഇപ്പം EVയെ അനുകരിച്ചായിരിക്കണം ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ അവിടുന്ന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പുരോഗമന സാഹിത്യത്തിലേക്കാണ്. അത് 1940 മുതൽ തുടർന്ന് ഇപ്പം ധാരാളം നാടകങ്ങളുണ്ടായി. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. പിന്നെ അത് നമുക്കും അറിയാമല്ലോ, കോട്ടയത്തെ സാഹിത്യകാരന്മാർ തകഴി, കേശവദേവ്, ബഷീർ, പൊൻകുന്നം വർക്കി, ഇവരുടെ എല്ലാം കൂട്ടായ്മകൾ കൂടിയാണ് മലയാള സാഹിത്യത്തിന് ഒരു ഇരുത്തം വന്നത്. പക്ഷെ ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. ഈ പുരാതന സാഹിത്യത്തിനോടൊപ്പം തന്നെ ഒരു ജനപ്രിയ സാഹിത്യം കൂടെ ഉണ്ടായി. അത് ഒരു മുട്ടത്ത് വർക്കി, കാനം വിജയ മുതലായവരുടെ ഒരു ജനപ്രിയ സാഹിത്യങ്ങളുണ്ടായി. ഇപ്പം ഈ 50കളിലെ ഈ പ്രസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ CJ തോമസ്, M ഗോവിന്ദൻ, അയ്യപ്പ പണിക്കർ തുടങ്ങിയവർ ഒരു ആധുനികതയിലേക്ക് ഒന്ന് മാറി ചവിട്ടി. അപ്പോൾ ഈ ആധുനികത ശരിയായിട്ടും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1960s, ഏർലി 60s ഡൽഹിയിലെ എഴുത്തുകാരാണ്. അതിന് പ്രധാന ഒരു നേതൃത്വം വഹിച്ചത്, മദ്രാസിൽ നിന്നും ഒരു നേതൃത്വം വഹിച്ചത് M ഗോവിന്ദനായിരുന്നു. ഇപ്പോൾ അന്നത്തെ ഒരു പ്രധാന എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, NN കക്കാടിൻ്റെ 1963 എന്നൊരു കവിതയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യം. അന്ന് ഇപ്പം കാക്കനാടനും മുകുന്ദനും ഒക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഈ പ്രസ്ഥാനത്തിന് വേറൊരു ചരിത്രം കൂടെയുണ്ട്. അത് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ഈ പുരോഗമന സാഹിത്യം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സാഹിത്യത്തിനെതിരായി CIA കൊണ്ടുവന്നതാണ് ഈ ആധുനികത എന്നൊരു ഒരു 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 കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ അത് സത്യമാകാം. കാരണം എൻകൗണ്ടർ എന്നൊരു മാസിക ഉണ്ടായിരുന്നു, ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത്. അത് CIAയുടെ ഒരു പ്രസിദ്ധീകരണമായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ എല്ലാവരും വായിച്ചുകൊണ്ടിരുന്ന ഒരു ഇംഗ്ലീഷ് മാസികയായിരുന്നു. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പി 2-3 കോപ്പി ഇപ്പോഴും ഉണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒരു സോനിയർ പോലെ. പക്ഷേ ഈ ആധുനികതയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി. യൂറോപ്പിലെ എന്നും യുദ്ധം ഉണ്ടായിരുന്ന യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ആധുനിക സാഹിത്യം അവിടെ വളർന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്പം ആധുനികതയിൽ ദൈവം എന്ന കൺസെപ്റ്റേ ഇല്ല.
അപ്പോൾ ഇതിനോടൊപ്പം പറഞ്ഞു പോകേണ്ട കാര്യം, യൂറോപ്പിൽ 3 പ്രസ്ഥാനങ്ങളാണ്, 2 പ്രസ്ഥാനങ്ങളിലൂടെ വേറെ ഉണ്ട്. ഒന്ന് സഭ. ഞാൻ സഭയെന്ന് പറയുന്നത് കാത്തലിക് ചർച്ച്, ലൂത്തറൻ ചർച്ച്, ആംഗ്ലിക്കൻ ചർച്ച്. ഇതെല്ലാം ഒരു ഫെലോഷിപ്പിൽ, ഒരേ കൂട്ടായ്മപ്പെട്ടതാണ് ഈ 3 സഭകളും. അവർ തത്വത്തിൽ ഇവരെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഈ സഭയിലെ സമൂഹമുണ്ട്. വ്യക്തികളുണ്ടെങ്കിലും വ്യക്തിയെക്കാളും വലുത് സമൂഹമാണ്. കമ്മ്യൂണിസത്തിൽ വ്യക്തിയില്ല, സമൂഹമാണ്. പക്ഷേ ഇവിടെ ഡിഫറൻസ് വരുന്നത്, അല്ല, ആദ്യം പറയട്ടെ, സഭയിൽ ദൈവമുണ്ട്, സമൂഹമുണ്ട്. കമ്മ്യൂണിസത്തിൽ സമൂഹമുണ്ട്, ദൈവ നിഷേധമുണ്ട്. ദൈവം ഇല്ലെന്നൊന്നും അവർ പറയുന്നില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ ആവശ്യമില്ലെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ വലിയൊരു ഡിഫറൻസ് വരുന്നത്, ആധുനികതയിൽ ദൈവം എന്നൊരു കാര്യമേ ഇല്ല. അങ്ങനൊരു കാര്യമേ ഇല്ല. കംപ്ലീറ്റ് ആധുനികതയിൽ ദൈവം എന്നൊരു സങ്കല്പം പോലും അവിടെ ഇല്ല. ഇപ്പം ഇതാണ് ഈ സഭയും കമ്മ്യൂണിസവും ആധുനികതയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പം കേരള സമൂഹം വളരെയധികം യാഥാസ്ഥിതികമായിരുന്നു. അവിടെ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും തീവ്രമായ ദൈവവിശ്വാസികളായിരുന്നു. അങ്ങനെ ഒരവസ്ഥയിൽ ആധുനികതയ്ക്ക് അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം മലയാളത്തിലെ ആധുനിക എഴുത്തുകാരെല്ലാം തന്നെ ആധുനികത ഒന്ന് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം വിസ്മൃതിയിലേക്ക് പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് OV വിജയൻ തന്നെയാണ്. ആദ്യം ആധുനിക ശൈലിയിൽ എഴുതിയെങ്കിൽ പോലും അദ്ദേഹം മാറി ചവിട്ടി. പക്ഷെ നമുക്ക് ഈ ആധുനികത കൊണ്ടുവന്ന ഒരു കാര്യം, നമുക്ക് അനുകരിക്കാവുന്ന ഒരു കാര്യം ആ ശൈലിയാണ്. അതിൻ്റെ കൺസെപ്റ്റ് പോകട്ടെ, ആധുനികതയുടെ കൺസെപ്റ്റ് പോകട്ടെ, അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ആധുനികത നമുക്ക് തന്നത് ഒരു ശൈലിയാണ്. ഇപ്പം ഈ ഡൽഹിയിലെ ഈ പരിചയം കൊണ്ട് എനിക്ക് കിട്ടിയത് ആധുനികതയുടെ ഒരു ശൈലി എനിക്ക് കിട്ടി. പിന്നെ ഉത്തരാധുനികത വന്നപ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിരുന്നു. ഉത്തരാധുനികതയിൽ ഇതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നൊരു കാര്യം, അവസാന സത്യം എന്നൊരു കാര്യമേ ഉത്തരാധുനികയിൽ ഇല്ല. ഇത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോവുകയാണ്, അല്ലാതെ ഇതിലേക്ക് ഒരു അഗാധമായ ഒരു ചിന്തയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പം ഇതാണ് ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. കാരണം ഇപ്പം ഈ ശൈലി ഉണ്ടായത് എനിക്ക് കിട്ടിയത് ഡൽഹിയിലെ സാഹിത്യ സഖ്യ സംവാദങ്ങളിൽ നിന്നാണ്. പിന്നെ ഈ നോവൽ എഴുതാനൊരു കാര്യം, ധാരാളം ചെറുകഥകളൊക്കെ എഴുതിയിട്ടുണ്ട് അതിനു മുമ്പ്. പക്ഷേ ഈ നോവൽ എഴുതാനൊരു കാര്യം ഈ കുടിയേറ്റം തന്നെയാണ്. ഇപ്പോൾ ആദ്യകാലം കുടിയേറ്റം വളരെ നിസ്സാരമായി തുടങ്ങിയ ഒരു കാര്യമാണ്. നേരത്തെ മനോഹർ തോമസ് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ US കൺസുലേറ്റ് ചെല്ലുക, ഒരു നേഴ്സാണെങ്കിൽ പേപ്പർ അങ്ങോട്ട് കൊടുക്കുക, 2 ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ അപ്രൂവൽ ഇങ്ങോട്ട് കിട്ടും. ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ 1-ാം ദിവസം മുതൽ ഞാൻ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. 1968 എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ജൂൺ 30-ാം തീയതിയാണ് അന്നത്തെ പ്രസിഡന്റ് ജോൺസൺ ഇതിൽ ഒപ്പുവെച്ചത്. അപ്പോൾ അന്ന് മുതൽ 1969 മുതൽ മലയാളി നേഴ്സസിന് അമേരിക്കയിലേക്ക് കുടിയേറാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. പക്ഷെ അന്ന് വളരെ കുറച്ച് മാത്രമേ ആളുകൾ വന്നിട്ടുള്ളൂ. 1975 വരെ വളരെ കുറച്ച് പേര് മാത്രമേ അമേരിക്കയിലേക്ക് വന്നിട്ടുള്ളൂ. അതാണ് ഡിട്രോയിറ്റിലെ ഞങ്ങളൊക്കെ പറയുന്ന പീറ്റർബറോയാണ് ഞങ്ങളുടെ തറവാടെന്നൊക്കെ പറയുന്നത്. അവിടെയാണ് വരുന്നവർ കുറേ പേര് അവിടെ വന്നു, വളരെ ചീപ്പായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഈ നോവലിൽ ഞാൻ ആദ്യം മല്ലപ്പള്ളി എന്ന ഞങ്ങളുടെ നാടിനെ പറ്റി തന്നെയാണ് പറയുന്നത്. എനിക്കൊരു ചെറിയ പ്രായത്തിൽ 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവന് നാട് വിട്ടു, അവിടെ നിന്ന് മലയോര പ്രദേശങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് വലിയൊരു മനസ്സിലൊരു വലിയ ആഘാതം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു. ചെറുപ്പത്തിലുണ്ടായിരുന്ന കൂട്ടുകാരൻ നഷ്ടപ്പെടുക എന്നാണ്. പക്ഷേ നോവലിൽ ഞാൻ അതിനോട് 2 കുട്ടികളെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതും എനിക്ക് പരിചയമുള്ളവർ തന്നെയാണ്. ഈ 4 കുട്ടികൾ ഈ നോവലിലെ അവസാനം വരെ ഉണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട് അവസാനം വരെ. അവസാനത്തെ മീറ്റിങ്ങിൽ മനോഹർ തോമസ് പറഞ്ഞ പോലെ അവസാനത്തെ ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ഈ ഗ്ലോമോ എന്ന സംഘടനയുടെ മീറ്റിങ്ങിൽ ഇവർ 4 പേരും ആ സ്റ്റേജിൽ വരുന്നുണ്ട്. അപ്പം നോവലിൽ വേറൊരു പ്രത്യേകതയുള്ളത്, ഞാൻ ബോധപൂർവം സൃഷ്ടിച്ച ഒരു കാര്യമാണ്, പോർച്ചുഗലിൽ നിന്ന് കേരളത്തിലേക്കുണ്ടായ ഒരു കുടിയേറ്റം. അത്
നമുക്ക് പിന്നീട് അറിയാൻ കഴിയാത്ത വണ്ണം അത് കേരളവുമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ളൊരു കുടിയേറ്റമായിരുന്നു പോർച്ചുഗീസുകാരുടെ. കാരണം പോർച്ചുഗീസുകാരുടെയും സ്പാനിഷുകാരുടെയും ഒരു പ്രത്യേകത, അവർ ഏത് നാട്ടിൽ ചെല്ലുന്നോ ആ നാടുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കും. അതായത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും അങ്ങനെ ആയിരുന്നില്ല. അതാണ് എനിക്ക് അവിടെ കാണിക്കാനുള്ളത്. പോർച്ചുഗലിൽ നിന്ന് 2 ഇരട്ടക്കുട്ടികൾ കപ്പലിൽ കയറുന്നു. കേരളത്തിലേക്ക് വരാൻ വേണ്ടിയാണ് വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം അല്ലെങ്കിൽ അതുപോലുള്ള ആരുടെയെങ്കിലും ഒപ്പം. പക്ഷേ ഇതിൽ നിന്ന് ഒരു കപ്പൽ നഷ്ടപ്പെട്ടിട്ട് ബ്രസീലിലേക്ക് പോകുന്നു. 2 ഇരട്ടക്കുട്ടികളാണ്. അതിൽ ഒരു കുട്ടി സഞ്ചരിച്ച കപ്പൽ കോഴിക്കോട്ട് എത്തുന്നു, മറ്റേ കുട്ടി സഞ്ചരിച്ചത് ബ്രസീലിലേക്ക് പോകുന്നു. അതവിടെ നിൽക്കട്ടെ. അത് നോവലിൻ്റെ വേറിട്ട് നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇത് അവസാനം വരെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ടോമി എന്ന കഥാപാത്രത്തിനൊരു മകനുണ്ട്. അവൻ കല്യാണം കഴിക്കുന്ന ഒരു ബ്രസീലിയൻ പെൺകുട്ടിയാണ്. അതെല്ലാം നോവലിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അവസാനം ഈ ടോമി തന്നെ ബ്രസീലിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ കാപ്പിത്തോട്ടങ്ങളിൽ ഒരു പ്രായമായ ഒരാളുമായിട്ട് സംവാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പം ടോമി എപ്പോഴും ഓർക്കുന്നുണ്ട് ഈ പഴയ കഥ കേട്ട് പരിചയിച്ച ഈ സ്റ്റോറി. ടോമി എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത് മുഴുവൻ തന്നെ അനുഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഈ ചിത്രം മുഴുവൻ എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഡിട്രോയിറ്റിലേക്ക് മടങ്ങി വന്നാൽ ഡിട്രോയിറ്റിൽ സംഭവിച്ചത്, ഇപ്പം ഈ ലൈസയെ പരിചയപ്പെടുന്നത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗമാണ് ലൈസയെ പരിചയപ്പെടുന്നത്. ഡിട്രോയിറ്റിലെ പീറ്റർബറോയിൽ ഈ ടോമി ഇപ്പോൾ ഒരു കസിൻ്റെ കൂടെ ഒരു സുഹൃത്തിനെ കാണാൻ പോവാണ്. അപ്പോൾ ഈ ലിഫ്റ്റിൽ കയറി എലിവേറ്ററിൽ കയറി മുകളിലോട്ട് പോകുമ്പോൾ എലിവേറ്ററിൽ കയറുമ്പോൾ ലൈസ അതിനകത്ത് ജോലി കഴിഞ്ഞ് വരുന്നുണ്ട്, ക്ഷീണിച്ച് വരുന്നുണ്ട്. അപ്പോഴേ ഒരു പരിചയപ്പെടുത്തലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോഴേ ലൈസ ഇവനെ നോട്ടം ഇട്ടു. പിന്നെ ലൈസ ഇവനെ കാണുന്നത് ഈ ടോമിക്കൊരു പ്രൊമോഷൻ കിട്ടി ചൈ വാങ്ങാൻ വേണ്ടി അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ചെല്ലുകയാണ്. അവിടെ ലൈസ അവിടെ ഉണ്ട്. ഇപ്പം ആണുങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, കളർ ബ്ലൈൻഡ്. ഒരു ചേരുന്ന ഒരു ഉടുപ്പ് നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. എനിക്കാണെങ്കിൽ തന്നെ ഭാര്യയാണ് ഓരോന്ന് ടൈ ഒരു ഉടുപ്പ് ഇടുമ്പോൾ ഇതിന് ചേർന്ന ടൈ ഇതാണെന്ന് പറഞ്ഞ് എടുത്തു തരുന്നത്. ഇപ്പം അത് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ ലൈസയും ടോമിയായിട്ട് അവിടെ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രംഗമാണത്. നമ്മളൊരു നോവൽ എഴുതുമ്പോൾ നമ്മൾ ഈ നോവൽ നമ്മൾ വായിക്കുന്ന പോലെയാണ് നമ്മൾ എഴുതി പോകുന്നത്. കാരണം ഒരു നാടകീയ സന്ദർഭത്തിൽ നിന്ന് ഒരു നാടകീയ സന്ദർഭത്തിലേക്ക് പോകുമ്പം ഇത് നമ്മൾ വായിക്കുന്ന പോലെ അത് നമ്മൾ എഴുതുകയാണ്. നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു പുസ്തകം മുമ്പിലുണ്ട്, പക്ഷേ ഇത് നമുക്കൊരു ബുക്കില്ല. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് പിന്നീട് അങ്ങോട്ടങ്ങ് എഴുതി പോവുകയാണ്. അപ്പോഴേ ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ചെന്നപ്പോൾ ഈ ടോമിക്ക് അറിയില്ല എന്താണ് ചൈ വാങ്ങേണ്ടത്, എന്താണ് ഉടുപ്പ് വാങ്ങേണ്ടതെന്നും അറിയില്ല. പക്ഷേ ഈ ലൈസയോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതെടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്, ഇതിന് ചേർന്ന് ഇതാണെന്ന് പറഞ്ഞ്. ഇപ്പം അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് പറയുന്നു, ടോമി ആ ടൈം കെട്ടി എനിക്കൊന്ന് കാണാൻ ഒരു ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. പിന്നീടുള്ള കഥകളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ടോമി ഒരു ചെറിയ ഫാക്ടറി ജോലി ചെയ്തു. അത് എനിക്കൊരു അനുഭവമുണ്ട്. ഞാനും ഡിട്രോയിറ്റ് വന്നപ്പം 8 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഫാക്ടറിയില്ല. അന്ന് വേറെ ജോലിക്കൊന്നും അറിയില്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, കയ്യിൽ പണമില്ല. ഒരു ഫാക്ടറി ജോലി ചെയ്തു. അത് ഭയങ്കര അനുഭവമായിരുന്നു. ഡൽഹിയിലൊരു ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്തിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ പോലും പിടിക്കാൻ അറിയാൻ വയ്യാത്ത ഞാനിവിടെ വന്നൊരു ഫാക്ടറി കയറി ജോലി ചെയ്തു. അവർ പറഞ്ഞതെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു തരാം. പക്ഷേ അപ്പോഴാണ് അവിടെ ഒരു യൂണിയൻ വന്നു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് യൂണിയൻ ഉണ്ട്, യൂണിയനിൽ ചേരണം. ഞാൻ ആദ്യമായിട്ട് യൂണിയനിൽ ചേർന്നത് അങ്ങനെയാണ്. പക്ഷേ അവിടുത്തെ യൂണിയൻ ഒരു പ്രത്യേകതയുണ്ട്. ആ കമ്പനിയിലേക്ക് ഒരു യൂണിയനേ ഉള്ളൂ, 2 യൂണിയനില്ല. കേരളത്തിലെ പോലെ 2, 3, 4 യൂണിയനൊന്നും അവിടെ ഇല്ല. ഇംഗ്ലാവ് വിളിക്കുന്നൊന്നുമില്ല. വളരെ സമാധാനമായിട്ടുള്ള മീറ്റിംഗ്. അത് കഴിഞ്ഞ് ആണ് ടോമിക്ക് വേറൊരു കമ്പനിയിലേക്ക് ഒരു ജോലി കിട്ടി. ഇപ്പം പിന്നീട് ഹ്യൂസ്റ്റണിലേക്ക് വരുന്നു. ഈ മലയാളി സംഘടന ഉണ്ടാക്കുന്നു. ഇപ്പം സംഘടനയിലെ വേറൊരു കഥാപാത്രത്തെ അവിടെ പരിചയപ്പെടുന്നുണ്ട്. ഈ ആദ്യത്തെ 3 കുട്ടികളിൽ ഒരാളാണ്. ഞാൻ അവൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. ഫ്ലോറിഡയിൽ ഒരു എക്സ്കർഷന് പോകുമ്പോൾ അവിടെ വെച്ച് അവനെ പരിചയപ്പെടുന്നു. അവനും ഈ സംഘടനയിൽ ചേരുന്നു. പക്ഷേ ഇവരറിയുന്നില്ല ഇവരെ ചെറുപ്പത്തിലുണ്ടായിരുന്ന അതേ ഫ്രണ്ടാണെന്ന്. അവസാനം ഇവരുടെ കൺവെൻഷൻ ഹോട്ടലിൽ നടക്കുമ്പോൾ ഇതിനിടയ്ക്കുണ്ട് ഈ ഓനാപ്പി എന്നൊരു കഥാപാത്രം മലയോരത്തിൽ കുടിയേറി പാർത്ത അവൻ്റെ സിസ്റ്ററാണ് ഈ സാറാമ്മ എന്ന് പറയുന്ന കുട്ടി.
ഈ സാറാമ്മയുടെ ഇപ്പൊ സാറാമ്മയുടെ വീട്ടിലാണ് ഓനാപ്പി വന്ന് താമസിക്കുന്നത്. ഇപ്പം അന്ന് ജോൺ ഓനാപ്പിയുടെ പേര് ജോൺ ചാക്കോ എന്ന ഒറ്റാണ്. ഇനി ബുക്കിന് ഉണ്ട് എല്ലാം, പക്ഷെ പേര് അപ്പം ഈ ജോൺ ചാക്കോ നാട്ടിൽ നിന്ന് വന്ന് കർഷകശ്രീ അവാർഡ് നേടി നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഇവിടെ ഒരു ഗസ്റ്റായിട്ട് അവർ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഈ ജോൺ ചാക്കോ സ്റ്റേജ് വരുന്നുണ്ട്, ഓനാപ്പി സ്റ്റേജിൽ ഓനാപ്പി എന്ന ജോൺ ചാക്കോ ഉണ്ട്, ടോമി ഉണ്ട്, പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ചെറിയ കുട്ടിയാണ് ഇപ്പം ഡോക്ടറായിട്ട് അവിടെ വന്നിട്ട് അവനുണ്ട്. പിന്നെ 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 ചക്കര എന്ന കഥാപാത്രത്തിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട്, ഒരു ഡാൻസിനായിട്ട് സ്റ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഇവരെ 4 പേരെയും ഈ സ്റ്റേജിൽ ഒരുമിച്ച് കൊണ്ടിരുന്നുണ്ട്. പിന്നെ ഇപ്പം പിന്നീട് സ്റ്റോറി വന്നിട്ട് അവർ നാട്ടിൽ പോകുന്നതും പഴയ മേരിയെ ഒന്ന് കാണുന്നതും അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രംഗമാണ്. ഇവർ തമ്മിൽ രണ്ടും ആ പുഴയുടെ തീരത്തേക്ക് പോയി പഴയ ഓർമ്മകളൊക്കെ പുതുക്കുന്നതും പിന്നെ അവർ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നടക്കുന്നതും. ഇത് ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധം ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ടോമിക്ക് ആ ഭൂമി വേണ്ട, നമുക്കാർക്കും നാട്ടിലെ ഭൂമി ഇന്ന് വേണ്ട. പക്ഷേ ഒരു കാലത്ത് ഈ ഭൂമിയായിരുന്നു നമുക്കുണ്ടായിരുന്ന ഒരു ബലം. പക്ഷെ അതെങ്ങനെ നഷ്ടപ്പെട്ടു? ഇപ്പം ഇതാണ്ടൊരു ഈ കുടിയേറ്റം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ നമ്മൾ നിസ്സാരമായിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് ആദ്യകാലത്ത് കുടിയേറ്റം. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ കാലത്ത് ഈ പഴയ ആളുകൾക്കൊക്കെ വരാൻ പറ്റി. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുക, മക്കളുടെ മക്കള് ഇവരെല്ലാം പടർന്ന് പന്തലിച്ച് കൊച്ചു ഇപ്പം പേരക്കുട്ടികളൊക്കെ ആയി, ഇപ്പം അവർക്കും ജോലിയായി, ഇങ്ങനെ വലിയൊരു വളരെ ആദ്യകാലത്ത് വന്നവരുടെയൊക്കെ വലിയൊരു കുടുംബമായി. ഇവിടുത്തെ സമൂഹം തന്നെ വളർന്നു. IT-യിലേക്ക് ഇപ്പം IT മേഖലയൊക്കെ വളരെ വികസിച്ചു. അപ്പോൾ ഇന്ന് ഇതൊരു കടൽ പോലെ കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പഴയ കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുമ്പം ഞങ്ങളെപ്പോലുള്ള പഴയ ആളുകൾ കുടിയേറ്റത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ കൂടി അല്ലാതെ ഞാൻ പഴയ ആളുകൾക്ക് എഴുതാൻ പറ്റിയല്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത്, പുതിയ ആളുകൾ ഈ പുതിയ അനുഭവങ്ങളും കൂടെ ചേർത്ത് എഴുതണം. പിന്നെ മറ്റൊരു കാര്യം, ഈ എഴുത്തിനെ പറ്റിയല്ലാതെ മറ്റൊരു കാര്യം എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്, ഇവിടെ ഒരു 10-12 നോവലിസ്റ്റുകളും ഒരു 10-50 ചെറുകഥാകൃത്തുക്കളും നമ്മുടെ ലാനായോട്ട് തന്നെ ബന്ധപ്പെട്ടുകൊണ്ടല്ലോ. എന്തുകൊണ്ട് ഈ നമ്മുടെ നോവലുകളും ചെറുകഥകളും ഒരു പഠനത്തിന് വിഷയമാക്കിക്കൂടും? കാരണം അത് എന്തും ആകട്ടെ, ബുക്കിൻ്റെ നിലവാരം എന്തും ആകട്ടെ, പക്ഷെ ഇതെല്ലാം നമ്മുടെ കുടിയേറ്റത്തിൻ്റെ ഭാഗമാണ്. ഇത് നമുക്കൊരു ഒരു റിസർച്ചിന്, കലാശാലകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസർച്ചിന് ഭാഗം ഉണ്ടാക്കിക്കൂടാ. ഇതൊരു ഒരു നിർദ്ദേശമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെക്കുകയാണ്. അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഇത്രയും മാത്രം ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എനിക്കറിയാം സമയം നമുക്ക് പരിമിതമാണെന്ന്. ഇവിടെ ഞാൻ നിർത്തട്ടെ. ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കുറച്ച് അല്പനേരം ഉത്തരം പറയാം. സാമുവൽ, നമുക്ക് 10 മിനിറ്റ് അതിന് കൊടുക്കാം. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 8:50 9:50 അതിന് 10 മിനിറ്റ് കൃത്യം അവറിൽ അടുത്ത ആൾക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. അപ്പോൾ 10 മിനിറ്റ് ചോദ്യോത്തരത്തിന് കൊടുക്കാം. സാമുവൽ അത് മോഡറേറ്റ് ചെയ്തു. അതെ, ഞാനും നോവൽ വായിച്ചതാണ്. ഞാൻ ഇതിനകത്ത് നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം, ഈ ഓരോ സെൻറ്റൻസ് പറയുമ്പോഴും ജോൺ സാറ് ഒരു രാഷ്ട്രീയം കൂടി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ചക്കര, ഓനാപ്പി, ടോമിയുടെ പുറകെ ഓനാപ്പിയും, ഓനാപ്പിക്ക് ഒരു ഫർലോങ് പുറകെ ചക്കരയും പോകുന്നുണ്ട്. അത് ആ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയം തന്നെയായിരുന്നു. പിന്നീട് 75-76 കാലഘട്ടം ആകുമ്പോൾ അടിയന്തരാവസ്ഥയുടെ ഒരു ചിത്രം പറയുന്നുണ്ട്. അവിടെ ഒരു ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടാൻ പോകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. സാറ് ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവില്ല, ആ അടിയന്തരാവസ്ഥയുടെ സമയത്താണ് അവരുടെ ഒരു ജംഗ്ഷനിൽ, ആ സമയമാകുമ്പോഴത്തേക്കും ടോമിയൊക്കെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞു. പക്ഷേ ആ സമയത്ത് ഒരു അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് 84 ഇന്ദിരാഗാന്ധിയുടെ മരണവും ആ നോവലിൽ പറയുന്നുണ്ട്. അപ്പോൾ നോവലിൻ്റെ തുടക്കത്തിലെ രാഷ്ട്രീയം തന്നെ കൊണ്ടുപോവുകയും തുടർന്ന് അവസാനം ഈ ഗ്ലോബിലേക്ക് വരുമ്പോഴേക്കും അതിനകത്ത് ഒരു ഇടതുപക്ഷ നേതാവിനോട് ചേർന്നാണ് പിന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ടോമിയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും പിന്നീട് ഈ അമേരിക്ക വന്നു കഴിയുമ്പോൾ നിന്നുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഈ ഗ്ലോബ് പോലുള്ള ചില സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുകയും
ആ പ്രവർത്തനത്തിൻ്റെ കാലഘട്ടമൊന്നും പറയുന്നില്ല. പിന്നെ ഒരു 4 നൂറ്റാണ്ട് കഴിഞ്ഞ് മോനുണ്ടാകുകയും മോന് ജോസഫ് ഹോസെ എന്ന പേര് വിളിക്കുകയും പിന്നെ ബ്രസീലിൽ പോകുന്ന കഥകളും കല്യാണമൊക്കെയാണ് പിന്നെ വരുന്നത്. ഈ 25 വർഷം ശരിക്കും പറഞ്ഞാൽ നമ്മളെ കഥയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുക ചെയ്യുന്നത്. കഥ അവിടെ പറയുന്നില്ല. 25 വർഷത്തിന് ശേഷം പിന്നെ ഈ ഗ്ലോബിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പിന്നെ കഥ തുടരുന്നത്. സാർ ഈ രാഷ്ട്രീയം ഇവിടെ വന്നതിന് ശേഷവും നാട്ടിലെ രാഷ്ട്രീയം സാറ് നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇത്രത്തോളം പത്രങ്ങൾ വായിക്കാനോ ടി വിയിലൂടെയോ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ലാതിരുന്നിട്ട് പോലും രാഷ്ട്രീയം കൊണ്ടുവരാനായിട്ട് സാറിന് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇന്നാണെങ്കിൽ നമ്മൾ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് അറിയുന്നുണ്ട്. പക്ഷേ അന്ന് പത്രം കിട്ടത്തില്ല, ന്യൂസ് കിട്ടത്തില്ല, ഫോൺ ചെയ്യുന്നില്ല. അപ്പോൾ നാട്ടിലെ രാഷ്ട്രീയം സാറ് നന്നായി എങ്ങനെ വാച്ച് ചെയ്തു എന്നുള്ളതാണ് ഈ നോവൽ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അതിനെനിക്കൊരു ഉത്തരം പറയാനുള്ളത്, മലയാളം പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ എബ്രോഡ് എന്നൊരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൽ കൂടി ഇന്ത്യയിലെ വാർത്തകൾ മുഴുവൻ, കേരളത്തിലെ മാത്രമല്ല ആകമാനമായിട്ടുള്ള ഇന്ത്യയിലെ വാർത്തകൾ മുഴുവൻ ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആ പബ്ലിക്കേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് മലയാളം പ്രസിദ്ധീകരണം ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം അന്ന് ആ കാലത്ത് വായിച്ചിരുന്ന ഒരു പ്രസിദ്ധീകരണമായിരുന്നു അത്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇത് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് എഴുതിപ്പോയെന്നേ ഉള്ളൂ. ഇതല്ലാതെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇന്നത് എഴുതണം എന്ന് ഉള്ള ചിന്തയല്ല. ആ ഒരു ചെറുപ്പക്കാരന് കാഷ്വലായിട്ട് അവിടെ വരുന്നതാണ്. കാരണം നാട്ടിലെ ഈ മാടക്കടകളിലൊക്കെ കാഷ്വലായിട്ട് വഴിപോക്കർ കയറി വരും, അവർ അഭിപ്രായം പറഞ്ഞിട്ട് പോകും. പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു 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 ഭ്രമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നെ ഈ മാടക്കടയെ പറ്റി പറയാൻ ഒരു കാര്യം, നമ്മുടെ നാടുകളിലെല്ലാം തന്നെ ഒരു മാടക്കടയുണ്ട്. ഈ മാടക്കടയുടെ ഉടമസ്ഥൻ ആളുകളെ പിടിച്ചു നിർത്തി വരുന്നവരോടൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ എനിക്ക് അതിൽ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ മാടക്കടയിൽ നിന്ന് അവിടെ നിന്ന് ഒരു മല കയറി ഇറങ്ങുന്നതാണ്. ഇത് ഈ തോട് കടക്കാതെ, പ്രധാനപ്പെട്ട ഇത് കടക്കാതെ ഈ മല കയറി ഇറങ്ങി പോകുന്നത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അവിടെ എവിടെയും ചെറിയ മലകളുണ്ട്, അത് കയറി വളരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള മലകളുണ്ട്. അത് കയറി താഴെയായിട്ട് ഇറങ്ങിയെങ്കിലേ വേറൊരു ഒരു 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 സ്ഥലത്തേക്ക് എത്തുകയുള്ളൂ. അതൊക്കെ നാടിൻ്റെ ആ ഒരു ചിത്രീകരണം അതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്ന ഒരു കാര്യമാണ്. സാമുവൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ടോമി എന്ന കഥാപാത്രത്തിന് തീക്ഷ്ണമായൊരു രാഷ്ട്രീയ നിലപാടില്ല, ഒട്ടുമില്ല. ആദ്യം തുടക്കം മുതലില്ല. ഇയാള് അമേരിക്കയിൽ വന്ന് ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴും സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നു, ലിബറൽ ആകണം എന്ന് പറയുന്നു. അന്നേരം എല്ലാം ഇയാൾ നിശബ്ദത പാലിക്കുക, ഒന്നും പറയുന്നില്ല. എഴുത്തുകാരുണ്ടായിരുന്നു സാറേ, വിടുന്നില്ല. കഥ പറയുന്ന ആൾക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഇല്ല, അത് തുടക്കം പോലെ നമുക്ക് മനസ്സിലാക്കാൻ അല്ല, ഇയാൾക്ക് ആകെ ഉള്ള ഒരു രാഷ്ട്രീയം ബൈബിൾ എന്ന് പറഞ്ഞാൽ അതിലേക്ക് തീക്ഷ്ണമായി എന്നാലും സ്വർഗത്തിൽ പോകുന്നുള്ള ഒരൊറ്റ തത്വശാസ്ത്രം അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് നാട്ടിൽ നിന്ന് പോകുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതെ, ബൈബിളുമായിട്ടും പള്ളിയുമായിട്ടും വിശ്വാസവുമായിട്ടും ബന്ധപ്പെട്ട ഒരു തത്വശാസ്ത്രം അല്ലാതെ ഒരു രാഷ്ട്രീയപരമായ നിലപാട് ഈ ടോമിക്ക് കൊടുക്കുന്നില്ല. അവിടെ അമേരിക്കയിൽ ചെന്നിട്ടും കൊടുക്കുന്നില്ല. അവസാനം ഓരോ ആൾക്കാർ പറയുമ്പോഴും പുള്ളി മിണ്ടായിരിക്കുക. അല്ല സാറേ, ഞാൻ പറഞ്ഞേ എഴുത്തുകാരനുണ്ടായിരുന്നു. കാരണം എഴുത്തുകാരൻ്റെ പശ്ചാത്തലം പറയുമ്പോൾ, പശ്ചാത്തലങ്ങളൊക്കെ പറയുമ്പോൾ എഴുത്തുകാരന് ചക്കരയെ 4 അടി പുറകിൽ നിർത്തുന്നു, അതിൻ്റെ തൊട്ട് മുന്നേ ഓനാപ്പി നിൽക്കുന്നു, ഓനാപ്പിക്ക് മുന്നേ പോകുന്നുണ്ട്. ഓനാപ്പി പറിച്ചിടുന്ന പേരയ്ക്ക എടുക്കുമ്പോൾ ആ ചെക്കൻ എടുത്ത പേരയ്ക്ക കഴിക്കരുതെന്ന് അവനോട് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചക്കര എന്ന മനുഷ്യനെ അവിടെ മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. അതിനുശേഷം നമുക്ക് അടുത്ത മറ്റുള്ള അഭിപ്രായം പറയാനുള്ള ഒരു കൊടുത്തോളൂ. ഓക്കെ. അടിയന്തരാവസ്ഥ സമയവും അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് എഴുത്തുകാരൻ. ഇപ്പം ടോമിക്ക് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ടോമിക്ക് ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ല. നിർബന്ധിതമായിട്ടാണ് ടോമിയെ അമേരിക്കയിലേക്ക് വിടുന്നത്. അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ ചാൻസ് ഇല്ല, അവിടെ ഒരു ജോലി കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ ടോമി തന്നെ ഒരു 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 സുവിശേഷ പ്രസംഗത്തിൽ പോയിരിക്കുമ്പോൾ തന്നെ മനസ്സോടെ അവിടെ പോയിരിക്കുന്നത്. പിന്നെ ബൈബിൾ പഠിക്കാൻ വന്നപ്പോൾ തന്നെ ആദ്യ ദിവസം തന്നെ ഈ ബൈബിൾ സ്കൂളിനെ പറ്റി വലിയ ഒരു ഇമ്പ്രഷനൊന്നും ടോമിക്ക് ഉണ്ടായില്ല. പക്ഷെ അവിടെ പല നിരീക്ഷണങ്ങളുണ്ട്. ഒരു പ്രൊഫസറുടെ വീട്ടിൽ പോയി താമസിക്കുന്നുണ്ട്, പ്രൊഫസറുടെ ടോക്ക് കേൾക്കുന്നുണ്ട്. അവിടെ അമേരിക്കൻ രാഷ്ട്രീയം ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട്, നിക്സന്റെ കാര്യം പറയുന്നുണ്ട്, സൗത്ത് എങ്ങനെയാണ്
നിക്സന്റെ പക്ഷത്തേക്ക്, റിപ്പബ്ലിക്കൻ പക്ഷത്തേക്ക് ചേർന്നുള്ളത് പറയുന്നുണ്ട്. അമേരിക്കയിലെ വളരെ സ്മാർട്ടായിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്നു നിക്സൺ. അദ്ദേഹം ഇന്നത്തെ ഈ പൊളിറ്റിക്സ് എല്ലാം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് നിക്സന്റെ അന്നത്തെ കാഴ്ചപ്പാട് കൊണ്ടാണ്. ഇപ്പം ഞാനതിൽ പക്ഷമൊന്നും പിടിക്കുന്നില്ല, പക്ഷേ ഇന്നത്തെ ആ ഒരു ഡിവിഷൻ ഉണ്ടായത് തന്നെ നിക്സൺ മുതലാണ്. അതിനു മുമ്പ് അത്രയും ഒരു ഡിവിഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് അവിടെ പറയുന്നുണ്ട്, ആ ബൈബിൾ സ്കൂളിൻ്റെ പശ്ചാത്തലത്തിൽ അത് പറയുന്നുണ്ട്. പിന്നെ ഒരു വാഷിങ്ടൺ എന്നൊരു കഥാപാത്രമുണ്ട്, അതിൽ കൂടി ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. നോഹ എന്നൊരു കഥാപാത്രമുണ്ട്, അതിൽ നിന്നും ഈ ഹിപ്പി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തുകയോ തംസ് അപ്പ് കാണിക്കുകയോ ചെയ്താൽ വിളിക്കാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കും. ഇത് അദ്ദേഹം പറഞ്ഞ മാതിരി എഴുത്തുകാരൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, പക്ഷെ തീവ്രമായിട്ടില്ല. അത് അയാൾ ഒഴുക്കിലും കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരീക്ഷകനായിട്ടാണ് കൂടുതൽ അതിൽ കാണുന്നത്. അതിലിപ്പോ മനോഹർ പറഞ്ഞ്, ജോൺ മാത്യു പറഞ്ഞ്, ഇപ്പൊ അതിൻ്റെ തരത്തിൽ പറഞ്ഞ് സുന്ദരമായിരിക്കുന്നു. അപ്പൊ തീവ്രമായ ഒരു രാഷ്ട്രീയം അയാൾക്കില്ല എന്നാണ് പറഞ്ഞത്. അയാൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിലും കൂടിയിട്ട്. താങ്ക് യു. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എടുക്കാം, അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോവാം. ഇവിടെ രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം തന്നെ ഒരു പ്രത്യേക കഥാപാത്രത്തെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏർലി 50s ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു P.T. പുന്നൂസ്. അതേ പേരിൽ തന്നെ P.T. പുന്നൂസ് എന്നല്ല, പുന്നൂസ് എന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഞാൻ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ തെങ്ങിക്കൂടുമായിരുന്നു. ഇപ്പം അത് ബോധപൂർവം ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഒരു കഥാപാത്രത്തിന് ഒരു രാഷ്ട്രീയം അവിടെ പ്രത്യേകമായിട്ട് പറയുന്നില്ലെങ്കിൽ കൂടി, ഇപ്പം എഴുത്തുകാരനും പ്രത്യേക ഒരു രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ എല്ലാത്തിനെയും ഒരു സമഭാവനയോടുകൂടി നോക്കിക്കാണുന്നുണ്ട്. ശരിയാണ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ചക്കരയെ പുറകോട്ട് മാറ്റി നിർത്തുന്നുണ്ട്. ഓരോരുത്തരെയും ഓരോ സ്റ്റേജിൽ നിൽക്കേണ്ട സ്ഥാനത്ത് തന്നെ അവിടെ നിർത്തുന്നുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അത്. അത് ചിലപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കണം, മനസ്സുകൊണ്ട്. വളരെ കറക്റ്റാണ്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഇല്ലെങ്കിൽ ആർക്കും ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പ്രവാസിയിലേക്കും ആ പ്രവാസത്തിൽ നിന്ന് കുടിയേറ്റത്തിലേക്കും മാറിയ നമുക്ക് വേണുഗോപാൽ കൊക്കാടിലേക്ക് പോകാം. അപ്പോൾ വേണുഗോപാൽ കൊക്കാടിൻ്റെ കൂത്താണ്ടുവരും വേണുഗോപാലിനെയും പരിചയപ്പെടുത്താനായിട്ട് ശ്രീ അൻലാൽ ശ്രീനിവാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ജോൺ മാത്യു സാറിനെ കേട്ടതിൽ വളരെ സന്തോഷം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. ഈ ഞാൻ പരിചയപ്പെടുത്തുന്ന നോവലിലേക്ക് വരുന്നത് ആധുനികതയെപ്പറ്റി പറഞ്ഞു, ആധുനിക നോവലുകളെ പറ്റി പറഞ്ഞു. ഇപ്പം ആധുനികം, ഉത്തരാധുനികം, ഉത്തരോത്തരം എന്നൊക്കെ പറയുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒന്ന് പ്രകടമായി കാണാവുന്നത് ഈ നോവലിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പണ്ട് 3 വാള്യത്തിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന നോവലുകൾ ഇന്ന് 135, 150, 200, 300 പേജിലൊക്കെ നിൽക്കുകയാണ്. പിന്നെ രണ്ടാമത് വിഷയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷ്മതലത്തിൽ വിഷയങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമാണെങ്കിലും സെക്ഷുവാലിറ്റി ആണെങ്കിലും. സെക്ഷുവാലിറ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് പെണ്ണ് എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നതായിരുന്നു നമ്മുടെ പഴയകാല നോവലുകളുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത്. LGBTQ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നതേയില്ല. അപ്പം ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം എന്ന് പറയുന്നത് ഒരു ഹിജടയുടെ കഥയാണ്. അപ്പം അത്തരത്തിൽ വിഷയപരമായിട്ട് വളരെയധികം പുതുമയുള്ളൊരു നോവലാണ് ഞാൻ പരിചയപ്പെടുന്നത്. നോവലിൻ്റെ പേര് ഇതാണ്, കൂത്താണ്ടവർ. എത്ര പേര് വായിച്ചിട്ടുണ്ടെന്നറിയില്ല. ഇത് DC 2022 ആദ്യ പതിപ്പായിട്ട് ഇറക്കിയതാണ്. ഏകദേശം ഒരു 285 പേജോളം വരും. 27 അധ്യായങ്ങളിലായിട്ടാണ് ഈ നോവല് നിൽക്കുന്നത്. നോവലിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ഈ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്, അതിനു മുമ്പ് ഞാൻ സമയം കൂടുതൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 മിനിറ്റ് മുമ്പ് ധൈര്യമായിട്ട് പറഞ്ഞു നിർത്താൻ 2 മിനിറ്റേ ഉള്ളൂ കേട്ടോ.
ആദ്യമായിട്ട് ഈ നോവലിൻ്റെ കൂത്താണ്ടവർ എഴുതിയ ശ്രീ വേണുഗോപാലൻ കൊക്കോടനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ചുരുങ്ങിയ വാക്കുകളിൽ. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ മാലൂരിനടുത്തുള്ള കാഞ്ഞിലേരിയിൽ ജനിച്ച ആളാണ്. തലശ്ശേരി ഭാഗമൊക്കെയാണ്. മുംബൈയിലെ CMS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി ഹ്രസ്വകാലത്തെ മിഡിൽ ഈസ്റ്റിലെയും ലണ്ടനിലെയും ജോലികൾക്ക് ശേഷം 2004 മുതൽ അമേരിക്കയിൽ വെർജീനിയയിൽ താമസിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. പഠനകാലത്ത് കവിതകളും കഥകളും എഴുതിയിരുന്നു. ഇപ്പോൾ സ്വന്തം പ്രസിദ്ധീകരണ ഇടമായ നാരായം എന്ന ബ്ലോഗിൽ കവിതകളും കഥകളും ലേഖനങ്ങളും അനുഭവങ്ങളും എഴുതാറുണ്ട്. അപ്പം എൻ്റെ എഴുത്ത് വഴികൾ എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനെ നമ്മൾ അയാളുടെ വാക്കുകൾ കേൾക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ഞാൻ കൂടുതൽ സമയം എടുക്കില്ല. എങ്കിലും കൂത്താണ്ടവർ എന്ന നോവലിനെ കുറിച്ച് അത് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അപരിചിതവും നിഗൂഢവുമായ മുംബൈ നഗരത്തിൽ ജോലി തേടിയെത്തുന്ന ഗോപൻ എന്ന ചെറുപ്പക്കാരൻ. പരാജയങ്ങൾ ഏറെ ഏറ്റുവാങ്ങുന്ന ഈ കഥാപാത്രം മെല്ലെ അവിടെ ജീവിക്കാൻ തുടങ്ങുകയാണ്. അനുഭവങ്ങളിലൂടെയും പരാജയങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളിലൂടെയും. നവി മുംബൈയിൽ കൂട്ടുകാരോടൊപ്പം ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ട് ചൗപ്പാട്ടി ബീച്ചിലെ ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഇടയ്ക്കാണ് ഖിലാചന്ദ് ഗാർഡൻ്റെ ഉള്ളിൽ സ്ഥിരമായി എത്തിയിരുന്ന സുമതി എന്ന ഒരു സുന്ദരി പെണ്ണിനെ ശ്രദ്ധിക്കുന്നത്. അവളോട് ആദ്യ കാഴ്ചയിൽ തന്നെ ശരിക്കും ഒരു അടുപ്പമോ പ്രണയമോ ഒക്കെ ഈ ഗോപന് തോന്നുകയാണ്. ഞാനൊരു പെണ്ണല്ല, ഒരാണുമല്ല, ഞാനൊരു ഹിജഡയാണ്. എല്ലാവരും അവജ്ഞയോടെ നോക്കുന്ന ഹിജഡ. ആരോടൊക്കെയോ ഉള്ള ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ വിങ്ങിക്കൊണ്ട് അവൾ പറയുന്നതോടെ അയാളുടെ ഹൃദയത്തിലേക്ക് അയാൾ പോലും അറിയാതെ എന്നേക്കുമായി അവൾ ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. ഒരവസരത്തിൽ സോമു എന്ന സുമതി അവളുടെ കഥ പറയുകയാണ്. തിരുപ്പൂരിനടുത്തുള്ള സെഡുഗുന്തലി എന്ന ഗ്രാമക്കാരിയാണ് സോമു എന്ന സുമതി. 1987 സുമതിക്ക് 14 വയസ്സുള്ളപ്പോൾ എല്ലാവരും പാജി എന്ന് ബഹുമാനത്തോടെ വിളിക്കുന്ന പെരുമാളാണ് സുമതിയെ ബോംബെയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ സോമു ആണായിട്ടാണ് ജനിച്ചതെങ്കിലും 5ാം ക്ലാസ്സിലായതോടെ അവനൊരു പെണ്ണാണെന്ന ബോധം മനസ്സിൻ്റെ അടിത്തട്ടിൽ രൂപപ്പെട്ടു തുടങ്ങി. ഓരോ ദിവസവും അവളുടെ മുടിയിലെ റിബൺ വലിച്ചെറിഞ്ഞും പൊട്ടുമായ്ച്ചും പാവാട വലിച്ചൂരിയും അച്ഛനും അധ്യാപകനുമായ കുമരേശൻ മർദ്ദിക്കുമായിരുന്നു. അവൻ്റെ സ്വത്വം നാട്ടുകാർ അംഗീകരിക്കില്ല എന്നതായിരുന്നു ആ മർദ്ദനത്തിൻ്റെ കാരണം. അങ്ങനെ ആത്മഹത്യാ ശ്രമത്തിനൊടുവിലാണ് അവൾ ഈ പെരുമാൾ എന്ന് പറയുന്ന പാജിയുടെ കൈകളിലെത്തുന്നത്. കാമാത്തിപുരയിലെ വേശ്യാവൃത്തിയിൽ നിന്നും രക്ഷപ്പെട്ട അവളുടെ കൂട്ടുകാരി സുനന്ദ അവരുടെ രക്ഷകനും അവഗണിക്കപ്പെട്ടവരും പീഡിപ്പിക്കപ്പെട്ടവരുമായ സ്ത്രീകൾക്കായിട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന പാജി എന്ന പെരുമാൾ, അങ്ങനെ തികച്ചും അപരിചിതമായ ഒരു ലോകത്തെ, അനുഭവ മണ്ഡലത്തെ വായനക്കാർക്ക് മുന്നിൽ അനാവരണം ചെയ്യുകയാണ് ഈ നോവൽ. കഥാനായകനും സുമതിയും അവളുടെ കൂട്ടുകാരിയും തമ്മിലുള്ള പലപ്പോഴും കുഴമറിയുന്ന പ്രണയവും സൗഹൃദവുമാണ് ഈ കഥയുടെ കാതൽ. സുമതിയുടെ ആഗ്രഹപ്രകാരം ഇവർ പരിചയപ്പെട്ടതിന് ശേഷം ഒരു സമയത്ത് സുമതിയുടെ ആഗ്രഹപ്രകാരം 12 വർഷങ്ങൾക്ക് ശേഷം മുംബൈയിൽ നിന്നും അവളുടെ സ്ഥലമായിട്ടുള്ള സെഡുഗുന്തലിയിലേക്ക് വീട്ടിലേക്ക് പോകാൻ ഗോപൻ തയ്യാറാവുന്നുണ്ട്. ആ ഒരു യാത്രയും ആ യാത്ര കഴിഞ്ഞ് ആ വീട്ടിലെത്തി 12 വർഷങ്ങൾക്ക് ശേഷം ആ വീട് കാണുന്നത് ഒരു നരകപടമായി ആ വീട് കാണുന്ന കാഴ്ച, ആ എഴുത്ത് അതിഗംഭീരമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ സഹജീവി സ്നേഹത്തിൻ്റെയും പരസ്പരം മനസ്സിലാക്കലിൻ്റെയും
മനുഷ്യത്വത്തിൻ്റെയും നന്മയുടെയും ഉയരത്തിലെത്താൻ നമ്മുടെ സമൂഹം ഇനിയും ഇനിയും എത്രയോ ഉയരങ്ങൾ കീഴടക്കേണ്ടിയിരിക്കുന്നു എന്ന് വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദുരന്ത പര്യവസായിയായിട്ടുള്ള കൂത്താണ്ടവർ എന്ന് പറയുന്ന നോവൽ. ഇത്രയുമാണ് എനിക്ക് ഈ നോവലിൻ്റെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് സമർപ്പിച്ചേക്കുന്നത് ശ്രദ്ധിക്കുക. നാട്യപ്രധാനമായ ഇന്നത്തെ ലോകത്ത് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മാത്രം മ്ലേച്ഛമായതെന്ന് മുദ്രകുത്തി പൊതുസമൂഹത്താൽ അവഗണിക്കപ്പെട്ട, ഉയരാൻ അനുവദിക്കപ്പെടാത്ത എല്ലാ ജന്മങ്ങൾക്കും, അങ്ങനെയാണ് ഈ നോവലിൻ്റെ സമർപ്പണം. ഇനി അദ്ദേഹത്തെ സംസാരിക്കാൻ ക്ഷണിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സാധാരണ ഇപ്പം നോവൽ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ നോവലിൻ്റെ ക്രാഫ്റ്റിൽ കൂടെ ശ്രദ്ധിക്കും. അപ്പോൾ ഇതേത് ജോണറിൽ വരുന്നതാണെന്ന് ശരിക്കും ഞാൻ ചിന്തിച്ചു. ഇപ്പോൾ വായിക്കുന്ന ഈ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ സിൻ എന്ന് പറഞ്ഞ ഹരിത സാവിത്രിയുടെ സിൻ, അത് ശരിക്കും ഒരു റിയലിസ്റ്റിക് നോവലാണ് എന്ന് നമുക്ക് അതിൻ്റെ എല്ലാ ലക്ഷണമൊത്ത ഒരു റിയലിസ്റ്റിക് നോവലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ നോവൽ തുടങ്ങുന്നത് തന്നെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നതാണ് 1994 ജൂലൈ 7 മുംബൈ എന്ന മഹാനഗരത്തിൽ ഞാൻ എത്തിച്ചേർന്നത്. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ഇപ്പം സുമതിയുടെ ബയോ പറയുന്ന സമയത്തൊക്കെ ജനനം വളരെ ഫാക്ച്വലായിട്ടാണ് ഇതിലെ കാര്യങ്ങളെ ഈ നോവൽ സമീപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഥാപരിസരം, സ്ഥലങ്ങളുടെ വിവരണം, ഇതൊക്കെ വളരെ വളരെ ആക്യുറേറ്റ് ആണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊരു റിയലിസ്റ്റിക് ഈ ചോദ്യം എന്ന് പറയുന്ന ഒരു വളരെ കഠിനമായിട്ടുള്ളൊരു ചോദ്യമല്ല. അത് മറുപടി പറയണമെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷേ അത് ശ്രീ വേണുവിന് സംസാരിക്കാൻ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഞാനിത് ചോദിക്കുന്നത്. ഇത് ഏത് തരത്തിലൊരു ബയോഫിക്ഷനായിട്ട് നമ്മൾ കാണാമോ? ഈ നോവല് എന്തായാലും മുംബൈയിൽ നിന്ന് വന്നിട്ട് കുറെ കാലമായി. അപ്പം ഏത് സമയത്താണ് ഇങ്ങനെ ഒരു പ്രമേയം മനസ്സിലുറച്ചത്? എങ്ങനെയാണ് അതിൻ്റെ താങ്കളുടെ ഈ കൂത്താണ്ടവരുമായി ബന്ധപ്പെട്ട എഴുത്തു വഴികൾ എന്നറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. താങ്ക് യു. നമസ്കാരം. എനിക്ക് നേട്ടം തുടങ്ങാറല്ലേ? തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് ഒരു ആമുഖം പറഞ്ഞോട്ടെ. ഞാനൊരു ഇരുത്തം വന്ന എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുത്തിന്റെ ഗ്രാമർ അറിയുന്ന, അല്ലെങ്കിൽ വ്യാകരണങ്ങൾ അറിയുന്ന, അല്ലെങ്കിൽ കൺവെൻഷണൽ രീതിയിൽ എഴുതാൻ അറിയുന്ന ഒരാളും അല്ല ഞാൻ. സാഹചര്യങ്ങൾ കൊണ്ടും ചില സത്സംഗങ്ങൾ കൊണ്ടും എഴുത്തുകാരനായി പോയതാണ്. പിന്നെ ഈ ഒരു അനിലാൽ ചോദിച്ച ഉത്തരത്തിലേക്ക് ഞാൻ കടക്കുന്ന മുമ്പ് ഞാൻ ഈ എഴുത്ത് വഴികൾ എന്നുള്ളതിനെ ഞാൻ രണ്ടായി പിരിച്ച് ഒരു 5 മിനിറ്റ് പറയാൻ ശ്രമിക്കാം. അതിനെ രണ്ടായി പിരിക്കാന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ എങ്ങനെ ഒരു എഴുതാൻ തുടങ്ങി എന്നുള്ളത്, പിന്നെ ഈ നോവലിലോട്ട് എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് അനിലാലിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എഴുത്തിന്റെ വഴികളിൽ എഴുതാൻ തുടങ്ങിയത് എനിക്കൊരു 10ാം ക്ലാസ്സിൽ ഒരു കഥാമത്സരത്തിന് പങ്കെടുത്തുകൊണ്ടാണ്. അന്ന് എനിക്ക് ഒരു 2ാം സമ്മാനം കിട്ടി. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ചില സാഹചര്യവശാൽ എനിക്ക് കവിതകളൊക്കെ എഴുതേണ്ടി വന്നു. കാരണം വേറെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കഥകളൊക്കെ എഴുതി. പിന്നെ ബോംബെയിലോട്ട് വന്നു. ആ സമയത്ത് ജീവിക്കാൻ തുടങ്ങിയത് കൊണ്ട് എഴുതാൻ മറന്നുപോയി, വായിക്കാനും മറന്നുപോയി. പിന്നെ അമേരിക്കയിൽ വന്നപ്പോഴാണ് കുറച്ചൊക്കെ ഇവിടെയുള്ള ചില അസോസിയേഷനൊക്കെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പങ്കെടുക്കാനും, എന്താ പറയുക, അവിടെയുള്ള അവർ ഓണത്തിനും ക്രിസ്മസിനൊക്കെ ഒരുക്കുന്ന കാര്യങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയും പിന്നെ അവർക്ക് പാട്ട് എഴുതും, തീം സോങ് എഴുതിയൊക്കെ ആണ് പതുക്കെ ഞാൻ എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ 2012 എൻ്റെ ബ്ലോഗ് തുടങ്ങി. പിന്നെ ആ സമയത്താണ് നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ബിജോയും സിനി പണിക്കരൊക്കെ ചേർന്ന് ഇവിടെ ഒരു സാഹിത്യവേദി എന്ന് പറയുന്നൊരു കൂട്ടത്തിൽ പെടുകയും പിന്നെ അങ്ങനെയാണ് വീണ്ടും വായനാ ലോകത്തേക്കും എഴുത്തിന്റെ ലോകത്തേക്കൊക്കെ വരാൻ പറ്റിയത്. അങ്ങനെ ആ ബ്ലോഗിൽ കുറേയൊക്കെ കവിതകളും എൻ്റെ അനുഭവങ്ങളെ രീതിയിലുള്ള ചില കഥകളും ഒക്കെ എഴുതി, കുറച്ച് കവിതകളൊക്കെ എഴുതി. പിന്നെ ഒരു എഴുത്തുകാരനാവോ അല്ലെങ്കിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ളതൊന്നും എൻ്റെ സ്വപ്നത്തിലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിന് മാത്രമുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് ഞാൻ ഇത് എഴുതി അച്ചടിച്ചു വരുന്നവരെ എനിക്കുണ്ടായിരുന്നില്ല. അതങ്ങ് സംഭവിച്ചു പോയതാണ്. അപ്പോൾ ഇനി എങ്ങനെ കൂത്താണ്ടവരിലേക്ക് വന്നു എന്നുള്ള കഥ പറയാം. കൂത്താണ്ടവരിലേക്ക് വരുന്നത് തന്നെ ഇവിടെ ഈ വായിച്ച ആൾക്കാർക്കറിയാം. അതിൽ ഞാൻ ആമുഖത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇതിന് ആമുഖത്തിന് ഈ പുസ്തകത്തിന് ഒരു അവതാരികൾക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് അത് സംഘടിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്, ഇഫ് യു ആർ കോൺഫിഡന്റ് അബൌട്ട് ദ സബ്ജക്ട് ജസ്റ്റ് ഗോ വിത്ത് ദ സ്റ്റോറി ഡയറക്ട്ലി. അപ്പൊ അങ്ങനെ ആയപ്പോൾ ഞാൻ അപ്പോൾ ജസ്റ്റ് റൈറ്റ് എ പ്രിഫേസ് അബൌട്ട് ദി സ്റ്റോറി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു പ്രിഫേസ് എഴുതി. അതാണ് അതിന്റെ തുടക്കം.
അപ്പോ ഇവിടെ എന്റെ കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു സെഷൻ എല്ലാ വെള്ളിയാഴ്ച ഞങ്ങളൊരു കഥ പറഞ്ഞു. ഞാനൊരു കഥ പറയും. അപ്പൊ അത് അവർക്ക് ഈ എന്താ പറയാ മറ്റുള്ള ഈ അച്ചടിച്ചു വന്ന കഥകളോ അതൊന്നും അവർക്ക് വേണ്ട. എന്റെ ജീവിതത്തിൽ ഞാൻ നടന്നു അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നടന്നു എന്ന് പറയുന്ന പല കഥകൾക്കും ആണ് അവർക്ക് കേൾക്കേണ്ടത്. അപ്പൊ അവരുടെ ധാരണ ഞാനൊരു ഹീറോ ആണ്, എനിക്ക് ഭയങ്കരമായ എന്തൊക്കെയോ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് എന്നൊക്കെയുള്ള ധാരണയായിരുന്നു അവർക്ക്. അപ്പോ ആ ഒരു സമയത്താണ് ഞാൻ ഇവരോട് പണ്ട് ഈ ഒരു സുമതി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ എൻ്റെ അതേ രീതിയിലുള്ള ഒരു കഥാപാത്രത്തെ ഞാൻ ബോംബെയിൽ വെച്ച് മുട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കഥ ഞാൻ ഇവരോട് പറഞ്ഞു. എനിക്കൊരു നല്ലൊരു സുഹൃത്തുണ്ട്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെറുതെ താലോചിക്കണം. അങ്ങനെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പൊ അവരെ പിന്നാമ്പുറത്ത് ഭയങ്കര കഥകളുണ്ട്. അപ്പോൾ ഞാൻ ആ കഥ ഒരിക്കൽ പറയാം. അപ്പൊ പക്ഷെ എനിക്ക് കഥ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ വളരെ മേഞ്ഞ് നടന്നിട്ടും എനിക്ക് അതിനൊരു ഒരു ഒടുക്കമോ ഒരു തുടക്കമോ ഉണ്ടായിരുന്നു. ഈ കണ്ടു എന്ന് പറയുന്ന തുടക്കം ഒഴിച്ച് ബാക്കി അതിനെ എങ്ങനെ പൊലിപ്പിക്കണം എന്ന് അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രി, ഒരു വെള്ളിയാഴ്ച രാത്രി ഇങ്ങനെ വേറെ ഒന്നും കിട്ടാത്ത സമയത്ത് അവരോട് ഒരു 3/4 മണിക്കൂർ എടുത്ത് പറഞ്ഞ ഒരു നട്ഷലിൽ നിന്നാണ് ഞാൻ ഈ കഥ എഴുതാൻ തുടങ്ങുന്നത്. അപ്പൊ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കഥയുടെ ഒരു ചെറിയൊരു ഒഴുക്കും അതിന്റെ ഒരു അവസാനവും എനിക്ക് കിട്ടുന്നത്. അപ്പൊ ആ അവസാനത്തിലേക്കുള്ള യാത്രയായിരുന്നു എൻ്റെ ഈ കൂത്താണ്ടവർ എന്ന് പറയുന്ന കഥയിലേക്കുള്ള അതിന് എഴുത്ത് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ബ്ലോഗ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കരുതുന്ന പിന്നെ ഒരു 5-6 പേജുള്ള ഒരു കഥയായിട്ട് എനിക്ക് എഴുതാം. അത് എഴുതാൻ ഇരുന്നപ്പോഴാണ് ആ പിടുത്തം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത്. അപ്പോ ഞാൻ ആദ്യം അനിലാലിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കാം. ഈ ഒരു സുമതി എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ എനിക്ക് ഈ എഴുതി തുടങ്ങുന്നത് വരെ എനിക്ക് എന്ത് പറയാം, ഏത് രീതിയിൽ പറയണം, ആൾക്കാരുമായിട്ട് അല്ലെ വായനക്കാരുമായിട്ട് എന്തൊക്കെ സംവദിക്കണം എന്ന് എനിക്ക് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഈ ഒരു കഥ, ഞാൻ പറയാൻ പോകുന്ന കഥ തീർച്ചയായിട്ടും ഈ ഒരു ഹിജറ എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് ഒരു ആണായ ഒരാൾക്കുണ്ടായ ഒരു വിചാര പ്രകടനമാണ് ഈ കഥ. അപ്പൊ അതെത്രത്തോളം ആളുകൾ വിശ്വസിക്കും എന്നുള്ള ഒരു ശങ്ക എനിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കഥ പറയുമ്പം ഇതുവരെ പഴകിത്തേഞ്ഞ സംഭവങ്ങൾ പറയാതെ അല്ലെങ്കിൽ കേട്ട് പരിചയിച്ച ഭൂമികയെ പറ്റി പറയാതെ, അപ്പൊ ആൾക്കാർക്ക് പുതിയൊരു ഭൂമികയും പുതിയൊരു സംഭവവും പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു താല്പര്യം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കഥ പറയണം, അല്ലെങ്കിൽ എഴുതണ്ട, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ചിന്ത. അപ്പൊ അതെങ്ങനെ പറയുന്നുള്ളതാണ്. അപ്പോ അതിലോട്ട് എങ്ങനെ എത്തണം? ആദ്യത്തെ ഒരു 3 ചാപ്റ്റർ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നേ ഇല്ല. എൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ആദ്യത്തെ 3 ചാപ്റ്റർ ഉണ്ടായിരുന്നേ ഇല്ല. അപ്പോൾ തുടങ്ങുന്നത് 3 ചാപ്റ്റർ 4 ചാപ്റ്റർ ഈ സുമതിയെ കാണുന്ന ഒരു സമയത്ത് മുതലാണ് ഞാൻ എൻ്റെ എഴുത്ത് തുടങ്ങിയത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി അത് എങ്ങനെ അതിനൊരു റിയലിസം എങ്ങനെ കൊണ്ടുവരാം. ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു നോവ്, ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു നോവ് അവരുടെ മനസ്സിൽ എന്തെന്നും സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ചിന്തകളെ കുറച്ചെങ്കിലും ഒന്ന് മാറ്റാൻ, അല്ലെങ്കിൽ ഇന്ന് ഇത്തരത്തിലുള്ള ആളുകളോട് അവരോട് ഒരു സമീപനം മാറ്റാൻ എന്തെങ്കിലും തരത്തിൽ ഉപകരിക്കുകയാണെങ്കിൽ അതിനോട് എങ്ങനെ സമീപിക്കാന്നുള്ളതിലാണ് ഈ ഒരു ഞാൻ ഇതേപോലത്തെ വേറെ എന്തൊക്കെ നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഈ ഡ്രാക്കുള പോലെ ഒരു ഡയറി കുറിപ്പ് പോലെയൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പൊ അതേപോലെ ഒരു ഡയറി കുറിപ്പ് പോലെ അവന്റെ ജീവിതം, അവൻ ബോംബെയിൽ എത്തുന്ന ദിവസം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ അതിനൊരു റിയലിസം വരുന്നുള്ള രീതിക്കാണ് ഞാൻ ആ ഒരു തരത്തിലുള്ള അപ്രോച്ച് എടുത്തത് തീർച്ചയായിട്ടും. അപ്പൊ അത് ഏത് ജോണറിൽ വരും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും സത്യമായ ഒരു പിടിവില്ല. അപ്പൊ ഞാൻ DC ബുക്സിന് കൊടുത്ത സമയത്തും അവരോട് ഞാനൊരു ബയോഫിക്ഷൻ ആയിട്ടാണ് കൊടുത്തത്. അപ്പൊ അവരാണ് എന്നോട് പറഞ്ഞത് ബയോഫിക്ഷൻ ആക്കണ്ട, ഇത് നോവൽ തന്നെയാണ്. കാരണം ഇത് എന്നോട് ചോദിച്ചത് റിയൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് സത്യം പറഞ്ഞാൽ റിയൽ ആയിട്ട് ചില ഫില്ലേഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്. സത്യം പറഞ്ഞാൽ ബാക്കി ഇതിലെ കഥാപാത്രങ്ങളും ഇതിലെ മേജർ കഥാപാത്രങ്ങളും മുഴുവൻ ഫിക്ഷനാണ്, മുഴുവൻ കള്ളത്തരമാണ്, എന്റെ ഭാവന മാത്രമാണ്. അപ്പൊ ഇപ്പം അനിലാല് പറഞ്ഞ പോലെ ആ സെഗുണന്തലി എന്ന് പറയുന്ന ഗ്രാമം എന്ന് പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ ഒരു യാത്ര ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഞാനൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു എന്താ പറയാ അതൊരു പക്ഷി പറക്കുന്ന പോലെ നമ്മൾ ഗൂഗിൾ എന്നൊരു മഹാസംഭവം ഇന്ന് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് ഞാനൊരു ഗ്രാമം കണ്ടുപിടിച്ചു. പിന്നെ ആ ഗ്രാമത്തിലോട്ട് എങ്ങനെ എത്തിപ്പെടാം, ആ ഒരു യാത്രയാണ് പിന്നെ ഞാൻ ചെയ്തത്. അപ്പൊ അതൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത് തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ഓരോ ട്രെയിനിന്റെ സമയം പോലും ഞാൻ റിസർച്ച് ചെയ്ത് ആ സമയം തെറ്റിപ്പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഇതിലോട്ട് പിന്നെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ടെക്നോളജിക്ക് ഇപ്പം Y2K പറ്റി ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇന്നത്തെ തലമുറക്ക് Y2K എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു നോളജ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു മിത്തോളജിയെ പറ്റി അവർക്ക് ഈ കൂത്താണ്ടവർ അല്ലെങ്കിൽ ഈ കൂത്താണ്ടവർ എന്ന ഒരു സംജ്ഞ എങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഈ നോവലിന്റെ പേര് ഞാൻ ആദ്യം കൊടുത്തത് സുമതി എന്ന് മാത്രമായിരുന്നു. പിന്നെ നോവലിന്റെ ഒഴുക്കിലാണ് ഈ കൂത്താണ്ടവർ എന്റെ മനസ്സിൽ വന്ന് കയറുന്നതും
പിന്നെ ഈ നോവലിന്റെ പേര് പിന്നെ സെഗുഡന്തരി നായി, പിന്നെയാണ് കൂത്താണ്ടവരായി മാറുന്നത് ഈ നോവലിന്റെ തലവാചകം തന്നെ. അതൊക്കെ ആ ഒരു ഒഴുക്കാണ്. എല്ലാ കഥാപാത്രങ്ങളും ജനിച്ച് വരികയായിരുന്നു. ഓരോ എനിക്കൊന്ന് ഞാൻ ലോഗ് ചെയ്തിട്ടുണ്ട്. 139 മണിക്കൂറാണ് ഞാനിത് എഴുതിയത്. അതേപോലെ 42 ദിവസങ്ങളാണ് ഞാനിത് എഴുതാൻ എടുത്തത്. അപ്പോൾ പല രാത്രികളിലും പല ബ്ലോക്കും വന്ന് ഞാൻ 1 മണിക്കും 2 മണിക്കൊക്കെ ഇറങ്ങി നടന്നിട്ടുണ്ട്. ഇത് എങ്ങനെ ഇത് മറികടക്കും, ഓരോരോ സംഭവങ്ങളും അങ്ങനെയാണ് വൈദ്യലിംഗം എന്ന് പറയുന്ന കഥാപാത്രവും ഈ പെരുമാൾ എന്ന് പറയുന്ന കഥാപാത്രവും ഈ ഓട്ടോറിക്ഷക്കാരനായ ഗോവിന്ദച്ചാമല്ല, അയാളുടെ പേരെന്താ, ചാമ, അത് അവർക്ക് ജനിക്കുന്നതും ഒക്കെ ആ ഒരു ബൈക്കങ്ങനെ ജനിച്ചു വരികയായിരുന്നു. അപ്പോ അപ്പൊ ഈ എഴുത്ത് തുടങ്ങിയപ്പോൾ ആണ് 5 പേജ് 6 പേജ് എഴുതാൻ തുടങ്ങി ഞാൻ. പിന്നെ എനിക്ക് അത് നിർത്താൻ പറ്റുന്നില്ല. എങ്ങനെയാണിത് 8 പേജിൽ തീർക്കാന്നുള്ളത് എനിക്ക് പറ്റും. പിന്നെ അത് 10ഉം 20ഉം പേജ് ആയപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തോട് വിളിച്ചു ചോദിച്ചു, മാഷെ ഇതിങ്ങനെ ഞാനിത് കഥ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് എന്താ പറയാ തീരുന്നില്ല. അപ്പൊ അവൻ പറഞ്ഞു എഴുതുന്ന പോലെ പോയിക്കോട്ടെ. അപ്പൊ ഞാൻ കരുതുന്ന പിന്നെ ഒരു സീക്കലാക്കാം, ഒരു 5ഉം 6ഉം കഥകളുള്ള ഒരു സീക്കലാക്കാം. അപ്പൊ പിന്നെ ഒരു 100 പേജ് കടന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത് എന്റെ കൈ വിട്ടുപോയി, സത്യം അതിന്റെ ഒരു പ്രതലം മാറിപ്പോയിരിക്കുന്ന ഒരു നോവലായി മാറാൻ സാധ്യതയുള്ള ഒരു സംഭവമാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് അതിന്റെ ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് എഴുതിയിട്ടാണ് ഞാനൊരു 10 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ റീറൈറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ റീറൈറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ഞാൻ എന്റെ എഴുതിയ കഥ പോലും മറന്നു പോയിരുന്നു സത്യം പറയാൻ. പിന്നെയാണ് അത് എൻ്റെ ഒരു സുഹൃത്തിന് കൊടുക്കുന്നതും. അപ്പൊ സുഹൃത്ത് ഒരു പബ്ലിഷറായിരുന്നു. അപ്പൊ അവൻ വായിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്, ഇത് വേണു, ഞാനിത് പ്രസിദ്ധീകരിക്കേണ്ടതല്ല, നീ ഇത് DC ബുക്സിനോ ഗ്രീൻ ബുക്സിനോ മറ്റോ കൊടുത്തു നോക്കൂ, അവരെടുത്താൽ നിന്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ നമുക്ക് പ്രസിദ്ധീകരിക്കാം. അങ്ങനെ ഞാൻ അവനൊരു അഡ്വാൻസ് ഒക്കെ കൊടുത്തു. പിന്നെ റീറൈറ്റ് ചെയ്തപ്പോഴാണ് എനിക്കും ഒരു കോൺഫിഡൻസ് കിട്ടിയത്, ഇതൊരു പുതിയ സംഭവമാണെന്ന് തോന്നി, ഇവരാരും പറയാത്ത സംഭവമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് DC ബുക്സിന് അയക്കുന്നതും. അപ്പോഴാണ് അവര് എന്നോട് പറഞ്ഞത്, ഞങ്ങൾ 13 പേരുണ്ട്, ഞങ്ങൾക്കറിയില്ല, വായനക്കാർക്ക് നിങ്ങളെ അറിയില്ല, അതുകൊണ്ട് ഇത് ഞങ്ങൾ 13 പേരും യുനാനിമസ്ലി അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങളിത് പ്രസിദ്ധീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പരീക്ഷണമൊക്കെ എൻ്റെ മുന്നിൽ വെച്ചു. അങ്ങനെ എൻ്റെ ഭാഗ്യത്തിന് ഒരു 13 പേർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഞാനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച ഒരാളായി മാറിയത്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഒരു ചുരുക്കി പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം പറയാൻ ശ്രമിക്കാം. വേണുഗോപാലിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണിത്. ഓക്കെ, ഞാൻ ഗീത ജോർജ് ഒരു കാര്യം സംസാരിച്ചോട്ടെ? ചോദിച്ചോളൂ. കൊക്കടന്റെ പുസ്തകം ഞാൻ വായിച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഫ്യൂ പേജസ് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ പിന്നെ വഴിയിൽ വെച്ചാണ് വായിച്ചത്, യാത്രയിലാണ് വായിച്ചത്. ആദ്യത്തെ 40 പേജസിൽ വലിയ കഥയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പിന്നെ അത് ഞാൻ വായിച്ചു. പിന്നെ നോക്കട്ടെ എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ. പിന്നെ അതങ്ങോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് അതങ്ങോട്ട് പിടിച്ചു. പിന്നെ എല്ലാം പിന്നെ ബോംബെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതും LCD ഡിസ്പ്ലേ ഡീബഗ് ചെയ്യാൻ രാത്രി പോയി ഇരിക്കുന്നതും അതെല്ലാം ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇങ്ങനോ പിന്നെ ആ ചായക്കടയിൽ 3 പേര് ഒരുമിച്ച് മാത്രമായിട്ടിരുന്ന് കഴിക്കുന്നു. അതൊക്കെ ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അത് ഒരു നല്ലൊരു ചിത്രീകരണമായിരുന്നു അത്. പിന്നെ ആ കഥ എങ്ങനെ പുരോഗമിക്കുന്നു, ആ സെക്കൻഡ് ഹാഫ് തൊട്ട് ആ കഥ നന്നായിട്ട് പിന്നെ നന്നായിട്ട് വരികയായിരുന്നു. അപ്പൊ എനിക്ക് മുഴുവനാക്കാൻ പറ്റിയില്ല, എനിക്ക് സമയം കിട്ടിയില്ല അത് വായിക്കാൻ. പക്ഷെ വളരെ നന്നായിരുന്നു. പിന്നെ കൊക്കോടൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോഴും ഞാൻ ആ കഥ ഓർക്കുന്നു, കഥയുടെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞാൻ ഓർക്കുന്നു എന്നുള്ളതാണ്. നല്ല പിന്നെ ആദ്യത്തെ നോവലാണെന്ന് വളരെ അതിശയമാണ് ശരിക്കും. അതുപോലെ തന്നെ മുരളി ജെ നായർ ഈ കഥയെപ്പറ്റി ഒരു എഴുതിയിരുന്നു. അത് ഇവിടെ കുറച്ച് വായിക്കാമോ? ഇവിടെ വായിക്കേണ്ട അതിനുള്ള കാര്യമൊന്നുമില്ല, സമയമുണ്ടോ? അത് നമ്മൾ വായിച്ചതാണ്, ഓക്കെ വായിക്കണ്ട. ഓക്കെ, ശരി. അപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ട് ഇതില് ഒരു കാര്യം എഴുത്തിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ സത്യം പറഞ്ഞാൽ ഗോപന്റെ ഒരു വളർച്ചയും അതോടൊപ്പം സുമതിയുടെ ഒരു കഥയും, രണ്ടുപേരുടെയും കഥ കൂടിയാണ്.
ഈ സുമതിയുടെ കഥയിൽ വളരെ സ്വാഭാവികമായിട്ട് എത്താൻ വേണ്ടിയായിരുന്നു ആ ഒരു ആദ്യത്തെ ഒരു 2-3 ചാപ്റ്റർ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു അതുകൊണ്ട് ആദ്യം നേരത്തെ പറഞ്ഞ മാതിരി ആദ്യത്തെ 2-3 ചാപ്റ്റർ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല DC ബുക്സ് എന്നോട് പറഞ്ഞിരുന്നു അത് ആ ഒരു എത്തിച്ചേരൽ ഒരു ചെറിയൊരു എന്താ പറയുക സംശയം ജനിപ്പിക്കുന്നതായിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ആദ്യത്തെ ഒരു 3 ചാപ്റ്ററും കൂടെ എഴുതിയത്. അപ്പൊ അപ്പോഴാണ് അവർക്കും ഒരു ഇതുപോലെ തോന്നി. ഓക്കെ. വേണുഗോപാലിന് അയച്ചെന്ന പുസ്തകം കിട്ടി, വളരെ സന്തോഷം. അതിൽ ഈ തലക്കെട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് തലയ്ക്ക് പിടിച്ചു പോയി. കാരണം ഈ കൂത്താണ്ടവർ എന്നുള്ളതിലെ ആ പുതിയതൊന്നും അല്ല, പഴയ അവിടെ ഉടക്കി എൻ്റെ മനസ്സ്. പിന്നെ പുസ്തകങ്ങൾ പേജുകൾ വരച്ചു നോക്കിയപ്പോൾ കാണുന്നു, അനിലാലിൻ്റെ വാക്ക് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, ഇതിൽ സമർപ്പണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നാട്യപ്രധാനമായ ഇന്നത്തെ ലോകത്ത് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മാത്രം മ്ലേച്ഛത മുദ്രകുത്തി ഒരു സമൂഹത്താൽ അവഗണിക്കപ്പെട്ട, ഉയരാൻ അനുവദിക്കപ്പെടാത്ത എല്ലാ ജന്മങ്ങൾക്കും എത്രയോ സുന്ദരമായിരിക്കുന്നത്. അത്രയും വായിക്കുമ്പോൾ എന്താണ് ഈ പുസ്തകം എന്നൊരു പിടികിട്ടും. പിന്നീട് അങ്ങോട്ട് വായിച്ചു പോകുമ്പം അതൊക്കെ തന്നെയാണ് മനസ്സിൽ തോന്നിയതും. ഈ കൂത്താണ്ടവരുടെ പോലെ തന്നെ ആ നാരായവും വളരെ ഇഷ്ടപ്പെട്ടതാണ്. നാരായം, ആശാന്റെ കയ്യിലെ നാരായം, ഒരറ്റത്ത് മുറിച്ചുള്ളതും മറ്റേ അറ്റം വളരെ കട്ടി കൂടിയതുമായ നാരായം നിസ്സാര സാധനമല്ല, വളരെ നല്ലത് തന്നെ. കരിമ്പന ഓലയിൽ എഴുതുമ്പോൾ ഓരോ അക്ഷരവും തെളിഞ്ഞു വരുന്ന നാരായം, അത് നല്ലത് തന്നെ. പിന്നെ ഇതിലെ ഭാഷയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്, ഒത്തിരിയേറെ ഉണ്ട്. അതിൽ 1-2 ഞാൻ വായിക്കാം. ഒന്ന്, അങ്കിൾ ഒരു കള്ളുപാത്രം ഒഴിച്ച് സ്വയം കുടിക്കാൻ നോക്കുമ്പോൾ ഗോപനും കൂടെ കൊടുക്കുന്നുണ്ട്, എന്നാ കുടിക്കാൻ പറഞ്ഞ്. ഉടനെ ഗോപന്റെ മറുപടി ഇതാണ്, വേണ്ട സുരേട്ടാ, ഞാൻ കുടിക്കാറില്ല. അവിടെ ഒട്ടും അപാകതയില്ല. പക്ഷെ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ സ്വഭാവത്തിന് ഞാൻ മൂടുപടമിട്ടു. എൻ്റെ സ്വഭാവത്തിന് ഞാൻ മൂടുപടമിട്ടു എന്നുള്ളത് ഒരു പാരഗ്രാഫിൽ എഴുതാവുന്നതാണ്. ഇവൻ കുടിക്കുന്നവനാണ്, പക്ഷെ ആ സ്വഭാവം ഞാൻ മൂടുപടമിട്ടു. ആ മൂടുപടം എന്നുള്ള വാക്ക് എത്രയോ സുന്ദരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതും ഉണ്ട്, ഇതിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വളരെ സുന്ദരമായൊരു ബുക്ക്. ഇതിൽ ഈ മറ്റൊരു കാര്യം, ഹിജണ്ട ആണ് പെണ്ണാകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടായി എന്നുള്ളൊരു ധാരണയാണ് എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ വായിച്ചു പോയപ്പോഴാണ് അവർക്ക് ഈ ആർത്തവം എന്നൊരു സാധനം ഉണ്ടാകുകയില്ലെന്നും, അതുപോലെ തന്നെ മറ്റൊരാളുടെ സാന്നിധ്യമോ അല്ലെ സഹകരണമോ കൂടാതെ കാമസംതൃപ്തി വരുത്തുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ ഒറ്റയ്ക്ക്, അതും അവർക്കില്ല എന്നുള്ളതും ഒക്കെ മനസ്സിലാകുന്നത് വായിക്കുമ്പോഴാണ്. വളരെ സന്തോഷം. വളരെയേറെ ഇതുപോലുള്ള കൃതികൾ ഉണ്ടാകട്ടെ ആശംസിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ വേണുവിനോട്. ഈ കൂത്താണ്ടവർ എന്നുള്ള ആ പേര് വരുന്നതിൻ്റെ പിന്നിൽ, ഞാൻ നോവൽ പൂർണ്ണമായി വായിച്ചതാണ്, ആ പേര് വരുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യ കഥ പറയുന്നുണ്ട്, ഉത്സവത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ആ കൂത്താണ്ടവർ എന്ന പേര് കിട്ടുന്നതിനുള്ളൊരു കാരണം അത് ചുരുക്കി പറഞ്ഞാൽ. ഞാൻ പേരിനെ പറ്റി അല്ല പറഞ്ഞ, കാ എന്ന അക്ഷരത്തിന് കൂവാണ് ഞാൻ പറഞ്ഞത്. അതല്ല സാറേ, ഞാൻ ചോദിച്ചത് ഈ കൂത്താണ്ടവർ എന്ന് പറയുന്ന ഈ നോവലിൽ ഇതിൻ്റെ ഒരു ഐതിഹ്യ കഥ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ കൂത്താണ്ടവർ വരുന്നതെന്ന്. അതെ, കൂത്താണ്ടവർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് എഴുതാൻ കാരണം വെച്ചാല് പണ്ട് എന്റെ മറഞ്ഞു പോയ ചില ഓർമ്മകൾ, ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ കഥ എഴുതി തുടങ്ങിയപ്പോഴാണ് എവിടെയോ ഏതോ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ഓർമ്മ എനിക്ക് വന്നത്. അപ്പൊ ഞാൻ കരുതുന്ന പിന്നെ ആ ഒരു മിത്തോളജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഈ വായനക്കാരെ അറിയിക്കാലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. അപ്പൊ മനസ്സിലായി ഇങ്ങനെ ഒരു തീർച്ചയായിട്ടും ഒരു അമ്പലമുണ്ട്. അപ്പൊ അതിനെപ്പറ്റി കണ്ടുപിടിച്ചു. അപ്പൊ അത് തമിഴ്നാട്ടിലെ വില്ലുപുരം എന്ന ജില്ലയിലെ പൂവകം എന്ന ഗ്രാമത്തിലാണ് ഈ കൂത്താണ്ടവർ എന്ന ക്ഷേത്രമുള്ളത്. അപ്പൊ അതൊരു മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമ്പലമാണ്. അപ്പം മഹാഭാരത യുദ്ധം നടക്കുന്ന 18 ദിവസത്തെ യുദ്ധം നടക്കുന്ന ഒരു രംഗത്തില് ഒരു തവണ അർജുനന്റെ ഒരു മകൻ ഉലൂപ്പിയിലെ ഏതൊരു എന്താ പറയുക ഇരവൻ എന്നാണ് അവരുടെ പേര്. അപ്പൊ ആ ഇരവൻ എന്താ പറയാ ഇരവൻ ഒരാളെ ബലി കൊടുക്കണം. അപ്പൊ ആ ബലി കൊടുക്കേണ്ട സമയത്ത് ഇരവനാണ് ബലി കൊടുക്കേണ്ടത്. അപ്പോ
ഇരവനെ ബലി കൊടുക്കുന്ന സമയത്ത് അപ്പൊ ഇരവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം? അപ്പൊ ആ അവസാനത്തെ ആഗ്രഹം ഇവൻ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കണം. അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ കല്യാണം കഴിക്കും. അപ്പോഴാണ് അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ മിത്തോളജിന്റെ പ്രശ്നം. ചില ശബരിമലയിൽ നമ്മൾ കാണുന്നത് മോഹിനി ആയിട്ടുള്ള ഒരു കഥയുണ്ടായി. മോഹിനിയിലാണ് അയ്യപ്പൻ ജനിക്കുന്നത്, ശിവൻ. പക്ഷെ ഇവിടെ ഇതേപോലെ തന്നെ മഹാവിഷ്ണു വേറൊരു വേഷം കിട്ടാണ് മോഹിനിയായിട്ട്. എന്നിട്ട് ഇരവനെ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് അതിനുശേഷമാണ് ഈ ഇരവനെ ബലി കൊടുക്കുന്നത്. ആ ഇരവനാണ് പിന്നീട് കൂത്താണ്ടവരായിട്ട് അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ ഇവിടെ പ്രതിഷ്ഠിക്കുന്നതും. അപ്പൊ ആ സ്ഥലത്താണ് ഈ പറയുന്ന ഹിജറകളൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി, ഇരവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഏതൊരു 2-3 ആഴ്ച സമയം എടുത്തിട്ട് അവിടെ പോകുന്നതും ഇരവനെ കല്യാണം കഴിക്കുകയും പിന്നെ അവിടെ തന്നെ വിരഹ ദുഃഖം, എന്താ പറയുക, വളകളൊക്കെ പൊട്ടിച്ച് വെള്ളസാരിയൊക്കെ എടുത്ത് ഒരു വലിയൊരു സംഭവമാണ് അവിടെ. ഒരു 2-3 ആഴ്ചത്തെ കാലത്ത് വലിയ ഉത്സവമാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഈ ഹിജടകളുടെ തീർത്ഥാടനം ഉണ്ടാകും എല്ലാ വർഷവും. അപ്പൊ അങ്ങനെ ഒരു ആ ഒരു യാത്രയിലൊക്കെയാണ് ഈ ഒരു കഥ വികസിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ കഥയ്ക്ക് ഒരു കൂത്താണ്ടവർ എന്നുള്ള പേരും ഞാൻ എടുത്തത്. ഈ കൂവകം ഫെസ്റ്റിവൽ എന്നാണല്ലോ അത് പറയുന്നത്. കൂവകം അത് ഫെസ്റ്റിവൽ. തെക്കൻ കേരളത്തിൽ, ഇപ്പൊ എന്റെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഭാഗത്തൊക്കെ ഇത് വളരെ വളരെ എല്ലാവർക്കും മിക്കവാറും പേർക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ്. എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി എഴുത്തുകാരനാണ്. പുള്ളി ഹെട്രോസെക്ഷലാ. പുള്ളി ഫാമിലി ഉണ്ട്, ഒരു മകളൊക്കെ ഉണ്ട്. പുള്ളി ഈ സമയമാകുമ്പോൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1-2 സുഹൃത്തുക്കളുമായിട്ട് പോയി ഇടയ്ക്ക് വെച്ച് ഹോട്ടലിൽ തങ്ങിയിട്ട് വേഷം മാറി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പെണ്ണായിട്ട് അവിടെ പോയി, എന്നിട്ട് പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരും പുള്ളി. അപ്പൊ ഇത് വളരെ അതുപോലെ ഈ അരവാൻ അല്ലെങ്കിൽ ഇരവാൻ, തമിഴ്നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒത്തിരി അരവാൻ ടെമ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഈ ഒരു മിത്ത് അവിടെ ഉറച്ച ഒരു മിത്താണ്. പക്ഷെ എന്റെ നാട്ടിലൊന്നും ആർക്കും അറിയണ്ടായിരുന്നില്ല. ഇത് ഞാൻ പറഞ്ഞപ്പോഴാണ് അവർക്ക് വിവരം കിട്ടുന്നത്. ഗോകർണത്ത് തന്നെ ഒരു രാവണനെ പ്രതിഷ്ഠിച്ച ഒരു അമ്പലം ഗോകർണത്തുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഇരവനെ പ്രതിഷ്ഠിച്ച വേറെ ഒരു അമ്പലമുണ്ട്. അവിടെ ഈ ഹിജടകളെല്ലാം എല്ലാ വർഷത്തിലും ഒരിക്കലും വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനവിടെ ഒരിക്കൽ പോവുകയുണ്ടായി. ഏറ്റവും നല്ല പേരാണ് ഒരു നോവലിനെ സംബന്ധിച്ചിടത്തോളം ഈ കൂത്താണ്ടവർ എന്നുള്ളത്. അതിനകത്ത് യാതൊരു സംശയമില്ല കേട്ടോ. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ചേർന്ന പേര് തന്നെയാണ് കൂത്താണ്ടവർ. അത് ശരിക്കും ആ കൂത്താണ്ടവർ എന്നുള്ള ഇതിനകത്ത് ആ സംസ്കാരവും അവരുടെ ആ പ്രകൃതവും എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ആ പേരിനകത്ത്. ഈ നോവൽ ഞാൻ വളരെ മനസ്സിലെത്തി വായിച്ച ഒരു സംഗതിയാണ്. ഈ ആദ്യത്തെ നോവലായതുകൊണ്ട് ആകാം ഈ വായിക്കുന്നവരെല്ലാം വായനയുടെ പാതയിലാണല്ലോ. ഇപ്പൊ വേണുഗോപാൽ ഒരു സംഗതി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ വായനയുടെ പാതയിലുള്ളവർക്ക് മനസ്സിലാവും ഇയാൾ എന്താ പറയാൻ പോണേന്ന്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും എഴുത്തുകാരൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം വായനക്കാരൻ്റെ കൂടെ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാ വെച്ച് കഴിഞ്ഞാൽ പരത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഇതിപ്പോൾ 282 പേജോളം ഉണ്ട്. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 19 പേജ് എടുത്ത് കളയാം. കാരണം വർണ്ണനകൾ ഇങ്ങനെ ഓരോ കാര്യത്തിലേക്കും പരത്തി വർണ്ണനകൾ പറയുന്നുണ്ട്. അത് അത്രയൊന്നും പറയാതെ തന്നെ ആശയം വിടാതെ വേണുവിനത് പറയാനൊക്കെ. കാരണം ധ്യാനപൂർണമായ ഒരടക്കം ഭാഷയിൽ കാണിക്കുന്നുണ്ട് വേണു. അത് വളരെ വർഷങ്ങൾ കൊണ്ട് വായനയിൽ നിന്നും മറ്റ് ചെറിയ ചെറിയ സംഗതികളൊക്കെ എടുത്ത് സ്വായത്തമാക്കിയതാണ്. അത് കീപ്പ് ചെയ്താൽ മതി. അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ പരത്തലുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു തിളങ്ങുന്ന ഇതായിട്ട് ഈ നോവൽ മാറും. എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറയണതെന്ന് വായനക്കാരന് ഒരിക്കലും തോന്നേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞാൽ മതിയല്ലോ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുകയും അത് ചുരുക്കാനുള്ളൊരു ശ്രമം നടത്തുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും സംഗതികൾ ആകെ മാറും, നന്നാവും. തീർച്ചയായും. അപ്പൊ അതിൽ ഒന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ. ഞാനിത് തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ സംരംഭമാണ്. അപ്പോൾ DC-ക്ക് കൊടുത്തപ്പോൾ ഈ 13 പേരും വായിച്ചിട്ട് അതിന്റെ പബ്ലിക്കേഷൻ മാനേജർ ശ്രീകുമാർ അവരെന്നോട് പറഞ്ഞത് ചില സ്ഥലങ്ങളിൽ എന്നോട് പരത്താനായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അത് കൂടുതൽ പരത്തേണ്ടി വന്നിട്ടുണ്ട്.
അപ്പൊ അവരെ പറഞ്ഞു തരിക എങ്ങനെ എഴുതണമെന്ന്. ആദ്യം അതുണ്ടായിരുന്നില്ല. ഈ പിന്നെ കൊക്കാടന്റെ നോവലില് ആദ്യത്തെ 3-4 ചാപ്റ്റർ ഉണ്ടായിരുന്നില്ല. അവര് കൂട്ടിച്ചേർത്തപ്പോ അതിന്റെ ഭംഗി പോയി. അതാണ് പറ്റിയത്. അതിൽ ഈ പരത്തിലിന്റെ കാര്യം പറയുമ്പോൾ ആ ആദ്യത്തെ ഇന്റർവ്യൂവിന് പോയതും പിന്നീട് രണ്ടാമത്തെ ഇന്റർവ്യൂവിന് പോയതും ഒക്കെ വളരെ രസകരമായി തോന്നിയിട്ടുണ്ട്. വിളിച്ചു, ഇരിക്കാൻ പറഞ്ഞു, കസേര വലിച്ചിട്ടിരുന്നു, പിന്നെ ഇറങ്ങിപ്പോകുന്നൊരു പോക്കുണ്ട്. ഈ പിന്നെ ടോയ്ക്ക് താക്കോല് കൊടുത്തതുപോലെ പിള്ളേർ ഇറങ്ങിപ്പോക്ക്, അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതിപ്പം കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ നിരൂപകനല്ല. പക്ഷേ വായനക്കാരൻ എന്ന രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും. ഞാൻ ആ പുസ്തകം വായിച്ചതാണ്. അത് വളരെ നമ്മൾ പറയുന്ന രീതിയിൽ കാച്ചിക്കുറുക്കിയതെന്ന് പറയുന്ന ആ ഒരു പദമാണ് എനിക്കിത് വായിച്ചപ്പം തോന്നുന്നത്. അതിന് പരത്തലെന്ന് എനിക്ക് ഒട്ടും അത് തോന്നിയിട്ടില്ല. അത് വളരെ ചുരുക്കിയ രീതിയിൽ പുറയ്ക്ക് കൊള്ളുന്ന കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കത് വായിച്ചപ്പം തോന്നിയത്. അതാണെങ്കിലും വളരെ നല്ല ഒരു വായന തരുന്നൊരു പുസ്തകമാണത്. അതെ, നല്ല വായന തരുന്ന പുസ്തകം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഈ ആദ്യത്തെ ചാപ്റ്റേഴ്സ്, അതായത് ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഈ നവി മുംബൈയില് വാശിയില് തലശ്ശേരിയിൽ നിന്ന് ബസ്സിൽ വന്ന് ഇറങ്ങുന്നതായിട്ടാണ്. അവിടെ ഈ സുരേട്ടന് ഉമേച്ചി എന്ന് പറയുന്ന ആൾ അവരുടെ കൂടെ താമസിക്കാൻ വേണ്ടി പോകുന്നതായിട്ടാണ്. ശരിക്കും ഞാൻ ബോംബെയിൽ താമസിച്ച ഒരാളാണ്. അപ്പം എനിക്ക് ആ വന്ന് ഇറങ്ങുന്ന തൊട്ട് അത് ഈ വാശി എന്ന് പറയുന്നത് നവി മുംബൈയിലെ വാശിക്ക് അടുത്ത്, വാശിയിൽ ഇതിൽ ഈ നോവലിൽ പറയുന്നത് സെക്ടർ 26, ഞാൻ ഐറോളി എന്ന് പറയുന്ന സ്ഥലത്ത് സെക്ടർ 3. ഇത് രണ്ടും തമ്മിലൊരു 40 മിനിറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ആ വന്ന് ഇറങ്ങുന്നത് തൊട്ട് എന്നെ പോലുള്ള വായനക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, കാരണം ഈ പറയുന്ന സ്ഥലത്തു നിന്നാണ് നാട്ടിലേക്കുള്ള ബസ്സുകൾ മുഴുവൻ തിരിക്കുന്നത്, ഈ വാശി ആ റെസ്റ്റോറൻറ്റിന്റെ. അപ്പൊ എന്നെ പോലുള്ള വായനക്കാരെ സംബന്ധിച്ച് ആദ്യത്തെ പേജ് തൊട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നമ്മൾ ഒന്നുകൂടെ അതിൽ കൂടെ അവിടുത്തെ ജീവിതത്തെ ഓർക്കാനുള്ള ഒരു അവസരം കൂടെ ആയിരുന്നു അത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഓരോ വായനക്കാരനെ ബോംബെ പറ്റി പല നോവലുകളും ആൾക്കൂട്ടം പോലെയുള്ള പല എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ബോംബെയുടെ ഒരു പുതിയൊരു മുഖം കൊടുക്കുക എന്നുള്ളതാണ് ചപ്പാത്തി, വേറൊരു ഭൂമിക, അങ്ങനെയാണ് സെഗഡംബലിയിലേക്കും ഒക്കെ പോകുന്നത്. അപ്പോ ഇനിയും ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, കുറെ സംഭവങ്ങളൊക്കെ എഴുതി മലയാള സാഹിത്യത്തെയൊക്കെ പരിപോഷിപ്പിച്ച് കളയാന്നുള്ള ധാരണ എനിക്കില്ല. എഴുതുന്നെങ്കിൽ 1-2 കഥകളും കൂടി എഴുതി അത്രയൊക്കെ എഴുതുള്ളൂ. അപ്പോ അവർക്ക് ആ എനിക്ക് മാത്രം ജീവിതത്തിൽ പരിചയമുള്ള, നാട്ടുകാർക്ക് ഒരിക്കലും പരിചയപ്പെടാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇനി എഴുതുള്ളൂ. എന്നുവെച്ചാൽ DC-ക്ക് ഒരു തെറ്റ് പറ്റിയെന്നൊന്നും തോന്നണ്ട. അല്ലല്ല, അവര് അവർക്കറിയാം രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം നേരത്തെ ചേച്ചി പറഞ്ഞ മാതിരി, മാലിന്യ ചേച്ചി പറഞ്ഞ മാതിരി, തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട്. അത് കുറച്ച് പരന്ന ഓരോരുത്തർക്കും വിവിധമായ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ എല്ലാം അംഗീകരിക്കുന്നു. ഇനി എഴുതുമ്പോഴും തീർച്ചയായിട്ടും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നെ എങ്ങനെ അത് ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് എഴുതുന്ന സമയത്ത്. അതാണ്. പിന്നെ ഇതൊന്നും നമുക്ക് പരിചയമില്ലാത്ത, ഈ പറഞ്ഞ പോലെ ഹിജിത എന്ന് പറയുന്ന ആ ഒരു അവരെ ദൂരം നമ്മൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമുക്ക് ആർക്കും അറിയില്ല. അപ്പം നമ്മളിൽ ഇപ്പം മാത്യു സാർ പറഞ്ഞ പോലെ ഒത്തിരി കൗതുകങ്ങളുണ്ട് അവരുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ചും അവർ എങ്ങനെയാണ് അങ്ങനെയാവുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ഒത്തിരി. അവിടെയായിരുന്നു എനിക്ക് കുറെ റിസർച്ച് ചെയ്യണം. അപ്പോൾ എനിക്ക് കുറച്ച് ഡോക്ടേഴ്സുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറെ വായിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം എഴുതി കഴിഞ്ഞാൽ ഇത് നാളെ ഇങ്ങനെ നല്ല സംഭവം ഇത് വേറെയാണെന്ന് നാട്ടുകാർ പറയാനും പാടില്ല. അപ്പോൾ അതിൻ്റെതായ റിസർച്ച് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. മാത്രമല്ല ആ ഒരു കൗതുകം വായനക്കാർക്കും കൊടുക്കണമല്ലോ തീർച്ചയായിട്ടും, എന്താണ് ഈ സംഭവം. അപ്പൊ അവർക്ക് അതിനെപ്പറ്റി ചെറിയ അറിവ് കൊടുക്കണം തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെയുള്ള പല ഇതിനു വേണ്ടി കുറെ മെനക്കെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്. എന്തായാലും അത് വർത്തായി. ആശംസകൾ, അഭിനന്ദനങ്ങൾ. താങ്ക് യു. മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഈ ബന്ധങ്ങളുടെ ആഴങ്ങൾ അഗാധ കൂടുമ്പോൾ ബന്ധങ്ങളുടെ ബന്ധനങ്ങളിൽപ്പെട്ടവർ തുടർ സ്വപ്നങ്ങൾ പരസ്പരം കണ്ടുകൊണ്ടേയിരിക്കും. ഇത് വേണുഗോപാലൻ എഴുതിയാണ് കേട്ടോ. വിശ്വാസങ്ങൾക്ക് തകരാൻ സാധ്യമല്ലല്ലോ. തകരാനായിട്ട് ശരിയാകുന്ന അത്
എല്ലാം ശരിയാകുമെന്ന വിശ്വാസം മാത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇതൊക്കെ നോവലിലെ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ, വാചകങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞു എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ വായിച്ചിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും വായിക്കാൻ പ്രേരണയുണ്ടാവും എന്നുള്ളത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതിൽ ആദ്യം മുതൽ അവസാനം വരെയും ഇങ്ങനെ ചില ഫിലോസഫിക്കൽ തോട്ട്സ് വേണുഗോപാൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ട്രാജഡി തന്നെയാണ് ഈ നോവലിൻ്റെ വിജയം കൂടി എന്നുകൂടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ട്രാജഡിയാണ് അതിലെ ഏറ്റവും വലിയ വിജയം. അതിലപ്പുറം വേണുഗോപാൽ ഒന്നും പറയാനില്ല. അവിടെ കൊണ്ട് കിട്ടുന്നതിലാണ് അതിനകത്ത് കൈയടക്കം, മരണം. അതെനിക്ക് എഴുതുമ്പം 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് നാട് വിടുക, 2 അവിടെ തന്നെ കല്യാണം കഴിച്ച് അവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവിടെ ഇരുത്തുക, 3ാമത് ഇത് കൊല്ലുക. അപ്പൊ കൊല്ലുക എന്നുള്ളതായിരുന്നു ഞാൻ തിരഞ്ഞെടുത്തത്. കാരണം എന്നിരുന്നാലേ ഇത് ആൾക്കാരുടെ ഉള്ളിലേക്ക് അങ്ങ് കയറുള്ളൂ. അതിന് 100 മാർക്കാണ് കൊല്ലുക എന്നുള്ളത്. കൊല്ലുകയല്ലാതെ വേറൊരു സാധ്യതകൾ അവശേഷിക്കുന്നില്ല. അവിടെ വേണുഗോപാൽ ശരിക്ക് ആ കൈയടക്കം കാണിക്കുന്നുണ്ട്. സാറേ, എല്ലാവരും ഇങ്ങനെ ഓരോന്ന് ചോദിക്കാനുണ്ടാവുമെന്ന് എനിക്കറിയാം. നമ്മുടെ സമയം ഇങ്ങനെ പോവുകയാണ്. 2 പ്രവാസികൾ, ഒരാൾ ബോംബെയിലേക്ക് പ്രവാസിയായി പോയി, ഒരാൾ ഡൽഹിക്ക് പ്രവാസിയായി പോയി. അവിടെ നിന്ന് കുടിയേറ്റം അമേരിക്കയിലേക്ക് നടത്തി. പ്രവാസവും കുടിയേറ്റവും രണ്ടാണെന്ന് ജോൺ സാറിൻ്റെ ഒരു ലേഖനത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ പ്രവാസ ജീവിതത്തിൽ നിന്ന് കുടിയേറ്റത്തിലേക്ക് മാറിയ 2 എഴുത്തുകാരാണെന്ന് നമുക്ക് കിട്ടിയത്. 2 തലമുറയിൽപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും 2 പേരുടെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. കാലഘട്ടത്തിൻ്റെ ആ പ്രത്യേകതകൾ 2 പേരുടെയും നോവലിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജോൺ സാറിൻ്റെ നോവലിൽ 60കളിലും 70കളിലും ഒക്കെ ഉള്ള ചരിത്രം പറയുമ്പോൾ കൂത്താണ്ടൂരിൽ ഇന്ന് നാം കാണുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. തീർച്ചയായിട്ടും 2 പേരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. ആർക്കെങ്കിലും പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ അഡ്രസ് തന്നാൽ ഒരു $12 സെല്ല് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ശങ്കർജി, അപ്പൊ വേറെ ഇല്ലെങ്കിൽ നമുക്ക് നന്ദി ആരാ പുസ്തകം അയച്ചരാന്ന് പറഞ്ഞ്? വേണുഗോപാലാണോ? വേണുഗോപാൽ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, കോണ്ടാക്ട് ചെയ്യാം. താങ്ക് യു. ഞാനും കോണ്ടാക്ട് ചെയ്യാം. ഒരു ബുക്ക് വായിക്കണമെന്നുണ്ട്. താങ്ക് യു. ഈ ജോൺ സാറിൻ്റെ മറ്റ് ചില ലേഖനങ്ങളൊക്കെ വായിച്ചപ്പോൾ ജോൺ സാറിൻ്റെ അനുഭവങ്ങൾ വായിക്കുമ്പോൾ എം ഗോവിന്ദനും അതുപോലെ തന്നെ ഡൽഹിയിലുള്ള മറ്റ് ആളുകളുമൊക്കെ അടുത്ത് പരിചയപ്പെടാൻ, നമ്മളിങ്ങനെ ആരാധനാപൂർവ്വം നോക്കുന്ന പഴയ ആ പ്രഗത്ഭന്മാരെയൊക്കെ അടുത്ത് പരിചയപ്പെടാനായിട്ട് ജോൺ സാറിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എന്നും ജീവിക്കുന്നവരുടെ ലോകം എന്ന പുസ്തകം വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ എം ഗോവിന്ദൻ, ഒ വി വിജയൻ, മുകുന്ദൻ, അങ്ങനെ മലയാള സാഹിത്യത്തിലും മലയാളത്തിലും ഒക്കെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ, ആ അനുഭവങ്ങൾ സാറേ ഒരു 2 സെന്റൻസിലൊന്ന് പറയാനായിട്ട് ജോൺ സാറ്. 2 സെന്റൻസ് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ശ്രമിക്കാം. ഒന്ന്, ഈ സാഹിത്യ സഖ്യത്തിൽ വളരെ കുറച്ച് ആളുകളെ പങ്കെടുത്തിരുന്നുള്ളൂ. കൂടി വന്നാൽ ഒരു 20-25 പേര്. അത് തന്നെ വലിയൊരു സംഖ്യയാണ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത, എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചകളിലും എന്തെങ്കിലും ഒരു സാഹിത്യ സൃഷ്ടി അവതരിപ്പിക്കും. അതിനെപ്പറ്റിയുള്ള ചർച്ച നടക്കും. എന്നാൽ ഇടയ്ക്കിടെ പ്രഗത്ഭരായ ധാരാളം വ്യക്തികൾ അവിടെ വന്ന് പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ ചിലപ്പം ഒരു 50,000 പേര് കൂടിയിരിക്കുന്നിടത്തായിരിക്കും അദ്ദേഹം പ്രസംഗിക്കുന്നത്. പക്ഷേ ഇവിടെ EMS നമ്പൂതിരിപ്പാടോ ജി ശങ്കർക്കുറുപ്പോ SK പൊറ്റക്കാടോ വരുമ്പം ഈ 25 പേരോടെ മാത്രമായിരിക്കും അവരുടെ സംഭാഷണം. അല്ലെങ്കിൽ VK കൃഷ്ണമേനോൻ വരുമ്പോൾ സാധാരണഗതി നമുക്ക് ഒരു വിധത്തിലും VK കൃഷ്ണമേനോനെ കാണാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെ ചെറിയ സദസ്സിൽ അദ്ദേഹം വരുമ്പോൾ നമുക്ക് അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകാൻ സാധിക്കും. പിന്നെ ഈ ഇവിടെയുള്ള എഴുത്തുകാർ ഇപ്പം ഒ വി വിജയനുമായിട്ടാണ് ഞാൻ ഏറ്റവും അധികം സമ്പർക്കം പുലർത്തിയിട്ടുള്ളത്. ഞാൻ ജോലി ചെയ്ത ഓഫീസും ഒ വി വിജയൻ്റെ ഓഫീസും പിന്നെ അന്നത്തെ നാടകാചാര്യനായിരുന്ന രാമകൃഷ്ണപിള്ളയുടെ ഓഫീസും തൊട്ടടുത്തായിരുന്നു. ഞങ്ങൾ 2 വർഷമെങ്കിലും ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ഒ വി വിജയൻ്റെ ചെറിയ കഥകളൊക്കെ അദ്ദേഹം അവിടെ വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കുറുക്കൻ മുന്തിരിങ്ങ തേടിപ്പോയത്, ഇങ്ങനെയുള്ള ഉദാഹരണത്തിന്.
അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് എം പി നാരായണപിള്ള. അദ്ദേഹത്തിൻ്റെ കഥകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ അധികം പേർക്ക് അറിയാൻ വയ്യാത്ത ഒരാളുണ്ട്, രാജൻ കാക്കനാടൻ. ബേബിച്ചാൻ എന്ന് വിളിക്കുന്ന സാക്ഷാൽ കാക്കനാടൻ്റെ ഇളയ സഹോദരനായ രാജൻ കാക്കനാടൻ. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ആ കാലത്ത് ഒരു നിരീക്ഷകനായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ചെറിയാൻ ആയിട്ട് ഉള്ള വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വളരെയധികം ആ കാലത്ത് കഥകൾ എഴുതുന്നതിൽ എന്നെ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ജോൺ മാത്യുവിനെ പറ്റി എന്ന് മൂന്തനെ കണ്ടാലും ജോൺ മാത്യുവിന് സുഖമാണോ എന്ന് മൂന്തൻ എപ്പോഴും ചോദിക്കും. അതിന് നിങ്ങൾ തമ്മിൽ അവിടെയുള്ള പരിചയത്തിന്റെ തീക്ഷ്ണത എനിക്ക് മനസ്സിലായി. എപ്പോൾ കണ്ടാലും മൂന്തൻ ചോദിക്കും ജോൺ മാത്യുവിന് സുഖമാണോ, പുള്ളിക്ക് എങ്ങനെയുണ്ട്, ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. യമൂന്നിനായിട്ടുള്ള ബന്ധം മറ്റൊരു കാര്യമാണ്. ഞങ്ങൾ ഒരു കാലത്ത് തൊട്ടടുത്തായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പം ഒരു ഫാമിലി ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു അദ്ദേഹമായിട്ടുണ്ടായിരുന്നത്. ഇവരുടെ എല്ലാ എഴുത്തുകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം ആധുനികതയിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചിരുന്നു ഓരോ പ്രസ്ഥാനങ്ങളും മുകളിലോട്ട് വളരുമെന്ന്. പക്ഷേ ഓരോ പ്രസ്ഥാനങ്ങളും ശാഖകളായിട്ട് വശങ്ങളിലേക്കാണ് വളരുന്നത്. കാരണം ഒരു സാഹിത്യ പ്രസ്ഥാനത്തിനും ഒരു സാഹിത്യ പ്രസ്ഥാനവും അവസാന വാക്കല്ല. അത് അതിന്റെ വഴിക്ക് പോകും. മാത്യു സാറിന്റെ പുസ്തകം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇത് അവൈലബിൾ ആണോ? ഈ ഭൂമിക്കുമായിട്ട് മുദ്ര പ്രസിദ്ധീകരിച്ചിട്ട് വർഷങ്ങൾ കുറേയായി. അത് NBS ഉണ്ടായിരിക്കും. പിന്നെ എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം യുഗങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് ഇപ്പം പ്രസിദ്ധീകരിച്ചത് കൊല്ലത്തുള്ള എസ്തറ്റിക് ബുക്സ് ആണ്. അത് അധികം കോപ്പിയൊന്നും പ്രിന്റ് ചെയ്തിട്ടുള്ള വലിയൊരു ബുക്കാണ്. ഏതാണ്ട് 500 പേജിലധികം വലിപ്പമുണ്ട്, 4 ഭാഗങ്ങളായിട്ട്. അതിൻ്റെ ഏതാണ്ട് 500 കോപ്പി മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. അത് ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഇപ്പം ആമസോണിൽ പോയിട്ട് അതിൻ്റെ ബുക്സിൽ പോയിട്ട് യുഗങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് ഒന്ന് കുത്തിയാൽ അതവിടെ കാണാം. അതിപ്പോഴങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ ആമസോണിൽ. മറ്റേ ഭൂമിക്ക് മേലിട്ട് മുദ്ര ആമസോണിലില്ല. അതിന് പകരം അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, അവർ ബിലവഡ് ഭൂമി. അത് ആമസോണിൽ കിട്ടും. മറ്റ് കഥകളൊന്നും തന്നെ ഇല്ല, ആമസോണിലില്ല. നമസ്കാരം. നവച്ചാൽ സാർ അവസാനമാണ് വന്നത്. ശങ്കർജി അവസാനമാണ് വന്നത്. ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും കൊച്ചപ്പം വന്നല്ലോ. ഔട്ട് ഓഫ് ടൗൺ ആയിരുന്നു കേട്ടോ. സോറി, ഞാൻ മറ്റൊരു സ്ഥലത്തു നിന്ന് വേറൊരാളുടെ വീട്ടിൽ ഇരുന്നാണ് ഞാൻ കേറണമല്ലോ എന്നോർത്ത് കയറിയതാ. പ്രത്യേകിച്ച് ന്യൂയോർക്കുകാർക്ക് അങ്ങേരോട് വലിയ താല്പര്യമുണ്ട്. കാരണം ഈ രജിസ്റ്റർ ചെയ്ത ആളുകളിൽ ഒന്ന് കോച്ചാലി സാറാണ്. ഗീതാ ജോർജിനോട് അങ്ങേറ്റ സന്തോഷമുണ്ട്. ഗീതാ ജോർജ് സ്ത്രീകളിൽ ആദ്യത്തെ ആളാണ്. ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് ഓൾ ഓഫ് യു. നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇത് നന്ദി പ്രകടനം കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം. റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്തിരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും വേണുഗോപാലിനോടോ ജോൺ സാറിനോടോ ചോദിക്കാറുണ്ടെങ്കിൽ ഒരു ഒറ്റ അവസരം കൂടിയാണ്. തീർച്ചയായിട്ടും കടന്നു വന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ? ചോദിക്കാം. അദ്ദേഹത്തിന്റെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട നോവലേ ഒരു ആത്മകഥ പോലെ എനിക്ക് വായിച്ചപ്പോൾ ഫീൽ ചെയ്തത്. ഇതിനകത്തെ കഥാപാത്രങ്ങളെല്ലാം വ്യക്തിപരമായിട്ട് പുള്ളിക്ക് അറിയാവുന്ന ആളുകൾ തന്നെ ആയിരുന്നോ അതോ പുള്ളി തന്നെ ആയിരുന്നോ എന്നൊരു ക്വസ്റ്റ്യൻ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ഇത് കൂത്താണ്ടവരാണോ? എന്തോ അല്ല, ഞാനത് ജോൺ സാറിന്റെ മാത്യുവിന്റെ സ്റ്റോറിയെ ചോദിച്ചത്. അതെ, ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് ചെറുപ്പകാലത്തുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ എനിക്ക് നേരിട്ട് അറിയുന്നവരായിരുന്നു. കറക്റ്റാ. വായിച്ചപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് തോന്നിയതേ. അതെ, അന്ന് ഈ ഏർലി 50s
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ ഭാഗങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. വേണുഗോപാലിനോട് എനിക്കൊരു അപ്രീസിയേഷൻ പറയാനുള്ളത്, ഇത് ഈ നോവൽ പറയുന്ന ആൾ തന്നെ ആദ്യോടന്തം അവസാനം വരെയും ഫസ്റ്റ് പേഴ്സണിൽ തന്നെ ഒരു അല്പം പോലും ശ്രദ്ധ തെറ്റാതെ വളരെ കൃത്യമായി ആ നോവലിൽ ഞാൻ കഥ പറയുന്നു എന്ന് പറഞ്ഞു തന്നെ പോകുന്നത്. ചെറുകഥ എഴുതുമ്പോൾ പോലും പലപ്പോഴും തേർഡ് പേഴ്സണിലായി പോകാറുണ്ട് പലരുടെയും. എന്നാൽ ഈ നോവലിൽ ആദ്യോടന്തം അത്ര ശ്രദ്ധയോടെയാണ് വേണുഗോപാൽ ആ രചന പൂർത്തിയാക്കിയതെന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഇന്ന് കടന്നു വന്നവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായിട്ട് ലാനയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ നന്ദിക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു സാറേ. മനോഹർ പറയേണ്ടതാണ്. മനോഹർ ഈ സാഹിത്യത്തിൽ അങ്ങേയറ്റം മുഴുകിയിരിക്കുന്നവർ മറന്നുപോയതാണ്. നവംബർ 1, 2, 3 തീയതികളിലാണ് ലാനയുടെ ന്യൂയോർക്ക് റീജിയണൽ കൺവെൻഷൻ. നിങ്ങളെല്ലാവരും വന്നില്ലെങ്കിൽ കൺവെൻഷൻ പരാജയപ്പെടും, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ വരും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കൺവെൻഷൻ വിജയിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാവരും രജിസ്റ്റർ ചെയ്യണം, വരണം. അത് ശങ്കർജി സൂചിപ്പിച്ചതുപോലെ വരുന്ന എല്ലാവർക്കും ഒരു പാർട്ട്, ഒരു റോള് അവിടെ ഉണ്ടായിരിക്കും. ശങ്കർജി നമുക്കിത് എല്ലാവരും വീണ്ടും കാണുന്നത് സന്തോഷത്തോടെ. പറഞ്ഞോളൂ. ജോൺ കൊടി. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അപ്പം എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോൺ കൊടിയൻ. ഞാൻ ഇതിലുള്ള ഭൂരിഭാഗം പേരിൽ നിന്നും ഇച്ചിരി അകലെയാണ്. ഞാൻ ഇങ്ങോട്ട് പടിഞ്ഞാറേ അറ്റത്ത് കാലിഫോർണിയയിലാണ്. ലാനയുടെ ഇപ്പോഴത്തെ ജോയിന്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ലാനയുടെ എഴുത്തുവഴികൾ എന്ന ഈ 2ാമത്തെ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ നടത്തിയത്. നമ്മുടെ എഴുത്തുകാരുടെ എഴുത്തനുഭവങ്ങൾ വിവരിക്കുന്ന ഒരു പ്രോഗ്രാം. അതിമനോഹരമായിട്ട് തന്നെ അതിവിടെ 2 എഴുത്തുകാരിവിടെ അവതരിപ്പിച്ചു. അവർക്ക് ഞാൻ ആദ്യമായിട്ട് തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. 10ലധികം പുസ്തകങ്ങളുടെ രചയിതാവാണ് ജോൺ മാത്യു എന്ന് പറഞ്ഞു. ഭൂമിക്ക് മേലൊരു മുദ്ര എന്ന നോവൽ, അദ്ദേഹത്തിൻ്റെ നോവലാണ് നമ്മൾ ഇന്നെടുത്തത്. അതിൽ പറഞ്ഞതിൽ ഞാനിപ്പോൾ നന്ദിക്ക് പകരം ഒരു വാക്കുകൂടി ഞാൻ കൂട്ടുകയാണ് കേട്ടോ. അതിലൊരു വാക്ക്, ഒരു അമേരിക്കയിലേക്ക് വന്ന പുരുഷന്മാർക്ക് സ്ത്രീകളുടെ പുറകെയാണ് വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ആ സമയത്തൊക്കെ അത് ശരിയായിരിക്കാം. പക്ഷേ ഇന്ന് Y2K ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ട്. ഇന്നത്തെ IT-യുടെ സ്വഭാവത്തിലൊക്കെ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങളൊക്കെയാണ് ആദ്യം വന്നത്, അതിന് പുറകെ നമ്മുടെ ഫാമിലി. പക്ഷേ H1 വിസയിലൊക്കെ സ്ത്രീകളും വന്നിട്ടുണ്ട്. അപ്പം അതൊരു വ്യത്യാസം വന്നൊരു പറയാൻ ഞാനത് ആഗ്രഹിക്കുകയാണ്. പിന്നെ അദ്ദേഹം സാഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച്, പുരോഗമന സാഹിത്യത്തെക്കുറിച്ച് ഒക്കെ പരാമർശിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്ത് വഴികളൊക്കെ വിശദമായിട്ട് തന്നെ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹം ലാനയുടെ പ്രസിഡന്റ് ആണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു നോട്ടം, ഒരു ചെറിയ ഇത് അദ്ദേഹത്തിൻ്റെ ആ പുരുഷന്മാർക്ക് കളർ ബ്ലൈൻഡ് ആണെന്ന് പറഞ്ഞത് വലിയൊരു നിരീക്ഷണമാണ്. അത് അദ്ദേഹം ആ ഡ്രസ്സ് തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമാണ് പറഞ്ഞതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എങ്കിലും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ പല നിറങ്ങളും കാണാതെ പോകാറുണ്ട്. അങ്ങനെ ഒരു വലിയൊരു പാരഗ്രാഫിലോട്ട് വേണം നമുക്ക് അതിനെ, അല്ലെങ്കിൽ ഒരു വലിയൊരു കഥയിലേക്ക് തന്നെ അതിനെ മാറ്റാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. അപ്പോൾ അദ്ദേഹത്തിന് ഏതായാലും അങ്ങനെ ഈ പുസ്തകം ഇവിടെ അവതരിപ്പിച്ചതിന് ഞാൻ ലാനയുടെ പേരിൽ പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ കൂത്താണ്ടവർ എന്ന പുസ്തകം, 2ാമത്തേത്. കൂത്താണ്ടവർ എന്ന പുസ്തകം ഞാൻ ആദ്യം കാണുന്നത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കിൽ ഞാനൊരു ഈ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഞാനുണ്ട്. അപ്പോൾ അതിൽ സത്യം എല്ലാവരും പറഞ്ഞ പോലെ ആ പേര് കൊണ്ടാണ് ഞാൻ ആദ്യം അതിൽ നോക്കുന്നത്. അതിനിപ്പോൾ സുമതി എന്നായിരുന്നെങ്കിൽ ഞാൻ അത്രയും ശ്രദ്ധിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അതിൽ വന്ന ആ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് പുസ്തകത്തിൻ്റെ കഥ എനിക്ക് മനസ്സിലായി. ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത്, ഞാനത് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നോവൽ വായിക്കുന്നതിന് മുമ്പ് തന്നെ അതിലെ കഥാപാത്രങ്ങൾ കടന്നു പോകുന്ന തീക്ഷ്ണമായ യാഥാർത്ഥ്യമായ അനുഭവങ്ങൾ, കാരണം അങ്ങനത്തെ ഒരു കഥയാണല്ലോ അതിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ അവരുടെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, അവരുടെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ, അവരുടെ പിന്നെ എന്നാ പറയുക, ഒഴിവാക്കപ്പെടുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ആ നോവലിനെ വളരെ ഗംഭീരമാക്കിയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിത് വായിക്കാതെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വായിച്ചിട്ട് അഭിപ്രായം പിന്നെ വേണേൽ പറയാം. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും ആ എഴുത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചും ഒക്കെ
കൂടുതൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടെ വന്നതും അങ്ങ് തിരിച്ച് ബോംബെ പോയതും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞ് നോവലിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞ വേണുഗോപാലൻ കൊക്കാടിന് ലാനിയുടെ പേരിലും ഞാൻ എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമുക്ക് ഈ 2 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയത് സാമുവൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ തന്നെ ഇടയിലുള്ള പ്രഗത്ഭരായ 2 പേരാണ്. മനോഹർ തോമസ് ആണ് ലാനയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ജോൺ മാത്യുവിൻ്റെ ഭൂമിക്ക് മേലൊരു മുദ്ര എന്ന ആ പുസ്തകം പരിചയപ്പെടുത്തിയത്. അദ്ദേഹം അത് കഥയുടെ ഒഴുക്കിനനുസരിച്ച് വിശദമായിട്ട് തന്നെ അവതരിപ്പിച്ചു. പഴയ കാലത്തിലേക്ക് നമ്മളെയൊക്കെ ഇടയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി അവസാനം ഒരു പുഴയുടെ വക്കിലെത്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് ട്രാജഡി ആയി പോകുമോ എന്ന്. അപ്പോൾ ഏതായാലും അങ്ങനെ ആയില്ല. ഏതായാലും വളരെ ഭംഗിയായിട്ട് ആ പുസ്തകത്തെ അവതരിപ്പിച്ച മനോഹർ തോമസിന് ലാനയുടെ പേരിൽ ഞാൻ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ വേണുഗോപാലൻ കൊക്കാടിൻ്റെ കൂത്താണ്ടവർ പരിചയപ്പെടുത്തിയത് അത് നമ്മുടെ ലാനയുടെ മുൻ പ്രസിഡന്റ് തന്നെയാണ് അനിൽ ശ്രീനിവാസൻ. നല്ലൊരു ചെറുകഥാകൃത്തിലൂടെയായ അനിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് ആ കഥയെയും അതിൻ്റെ പുതുമയെ പറ്റിയും അതിനെ പ്രസിദ്ധീകരിച്ചതിനെ പറ്റിയും പിന്നെ വേണുഗോപാലിനെ പരിചയപ്പെടുത്തിയതൊക്കെ. അപ്പോൾ അനിലാൽ ശ്രീനിവാസനും ലാനയുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ 2 പുസ്തകങ്ങളെ പറ്റി അഭിപ്രായം പറഞ്ഞവർ കുറേ പേരുണ്ട്, അതിനെപ്പറ്റി ചോദ്യം ചോദിച്ചവർ കുറേ പേരുണ്ട്. അത് സത്യത്തിൽ കാണിക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തെയാണ്. ഇങ്ങനെ എല്ലാവരും പങ്കെടുക്കുമ്പോഴാണ്, എല്ലാവരും അതിനെപ്പറ്റി അറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോഴൊക്കെയാണ് നമ്മുടെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ലാനയുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ലാനയുടെ പ്രസിഡന്റ് ഇവിടെയുണ്ട്, ഇപ്പോഴത്തെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, മറ്റംഗങ്ങൾ, അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ഇതിനു വേണ്ടി എത്തിയിരിക്കുന്ന വളരെയധികം പേര്, നമുക്കൊരു സമയത്ത് 30-35 പേരുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ ലാനയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ടോക്ക് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ജോൺ. ഏതായാലും നമുക്ക് ഇതിന്റെ സെഷൻ ഔദ്യോഗികമായിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നേരം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയാൻ ഈ സൂം ലിങ്ക് ഉപയോഗിക്കാം. ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സാമുവൽ ക്ലൗഡിലേക്കുള്ള റെക്കോർഡിംഗ്